ആമേ. തുടർന്ന് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്താവിന്റെ ബഹുമാനപ്പെട്ട ദാസനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ക്ഷണിക്കുന്നു. പ്രാർത്ഥന നമുക്ക് ദിവസങ്ങളിലായിരിക്കാം. ഇത്ര നല്ല രക്ഷക യേശുവേ, ഇത്ര മാം സ്നേഹം നീ തന്നതാ. ഇത്ര നല്ല രക്ഷക യേശുവേ, ഇത്ര മാം സ്നേഹം നീ തന്നതാ. എന്തു ഞാൻ നൽകിടും തുല്യമായി ഏഴയെ നിൻ മുമ്പിൽ യാഗമായി. എന്തു ഞാൻ നൽകിടും തുല്യമായി ഏഴയെ നിൻ മുമ്പിൽ യാഗമായി. ഇത്ര നല്ല രക്ഷക യേശുവേ, ഇത്ര മാം സ്നേഹം നീ തന്നതാ. ഇത്ര നല്ല രക്ഷക യേശുവേ, ഇത്ര മാം സ്നേഹം നീ തന്നതാ. ലോകത്തിൽ നിന്ദകൾ ഏറി വന്നാലും മാറല്ലേ മാറയിൻ നാഥനേ. ലോകത്തിൽ നിന്ദകൾ ഏറി വന്നാലും മാറല്ലേ മാറയിൻ നാഥനേ. എന്നും നീ വന്നിടും മേഘത്തിൽ അന്നു ഞാൻ ധന്യനായി തീർന്നിടും. എന്നു നീ വന്നിടും മേഘത്തിൽ അന്നു ഞാൻ ധന്യനായി തീർന്നിടും. ഇത്ര നല്ല രക്ഷക യേശുവേ, ഇത്ര മാം സ്നേഹം നീ തന്നതാ. ഇത്ര നല്ല രക്ഷക യേശുവേ, ഇത്ര മാം സ്നേഹം നീ തന്നതാ. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം എല്ലാ കാലവും വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ സുവിശേഷ യോഗത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഒരു സാക്ഷ്യവുമായി സുവിശേഷത്തിൻ്റെ വക്താവായി നിൽക്കുവാൻ ഒരു യോഗ്യതയും ഇല്ലാതിരുന്ന എന്നെയും ആ കാൽവറി ക്രൂസിൽ നിന്നൊഴുകി വന്ന സ്നേഹം, ആ നിർമ്മല രക്തം എന്നെയും എൻ്റെ പാപത്തിൻ്റെ കരകളെ കഴുകി ശുദ്ധീകരിച്ച് യോഗ്യതയുള്ളവനാക്കി നിർത്തിയ മാനവകുലത്തിൻ്റെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ കർത്താവായ യേശുക്രിസ്തുവിന് സകല പുകഴ്ചയും മഹത്വവും സ്തോത്രവും ബഹുമാനവും അർപ്പിക്കുന്നു. ഇവിടെ ഈ സുവിശേഷ യോഗം ലീഡ് ചെയ്ത അനുഗ്രഹീത കർത്തൃദാസൻ, അദ്ദേഹം എൻ്റെ നാട്ടുകാരനാണ്. ഞാൻ പുനലൂരാണ്. അദ്ദേഹം കൊളത്തൂപ്പുഴ ജനിച്ചു വളർന്ന വ്യക്തിയാണ്. ശൂരനാട് AG ചർച്ചിൻ്റെ പാസ്റ്ററായിരിക്കുന്ന പാസ്റ്റർ MS രാജൻ അവർകൾ, അനുഗ്രഹീതരായ കർത്തൃദാസന്മാർ രണ്ടുപേര് ഇപ്പോൾ വേദിയിലുണ്ട്. എനിക്ക് വ്യക്തിപരമായി ഞങ്ങൾക്ക് പരസ്പരം അറിയില്ല, എങ്കിലും കർത്തൃദാസന്മാർ ദൈവത്തിൻ്റെ പ്രതിനിധികളാണ്, അംബാസഡർമാരാണ്. അവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അവർക്കും
പ്രിയ അച്ഛൻ ഇവിടെ സന്നിഹിതനായിട്ടുണ്ട്. പ്രാർത്ഥിച്ച പ്രിയ ഇവാഞ്ചലിസ്റ്റ് പ്രിയ ബാബുച്ചാന്, അതുപോലെ ഈ കാറ്ററിംഗ് സർവീസിൻ്റെ ഡയറക്ടറായിട്ടിരിക്കുന്ന പ്രിയ സോളമൻ അച്ചായൻ, കുടുംബം, പ്രിയ അപ്പച്ചൻ, കടന്നു വന്ന ദൈവജനം, ഈ ശബ്ദത്തിൻ്റെ പരിധിയിൽ ഈ ശബ്ദ സന്ദേശം ശ്രദ്ധിക്കുന്ന നല്ലവരായ പ്രബുദ്ധരായ ഈശ്വര വിശ്വാസികളായ എല്ലാ നാട്ടുകാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതുല്യ നാമത്തിലുള്ള സന്ധ്യാവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ മഴയുടെ ഒരു അന്തരീക്ഷം ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെയാണ് ഇറങ്ങിയത്. എങ്കിലും ഏകദേശം പുത്തൂരും ഒക്കെ കഴിഞ്ഞ് ഭരണിക്കാവിനൊക്കെ അടുക്കുന്നതിന് മുമ്പായി ശക്തമായി മഴ പെയ്തുവെങ്കിലും കർത്താവ് വളരെ നേരത്തെ തന്നെ ഈ ഭവനത്തിൽ വരുവാൻ എന്നെ സഹായിച്ചു. ഇവിടെ വന്ന് പ്രിയ അപ്പച്ചനുമായിട്ടൊക്കെ സംസാരിക്കുവാനും ഞങ്ങളുടെ ദൈവസഭയിൽ അംഗമായിരിക്കുന്ന പ്രിയ എസ് ജോൺ പാസ്റ്ററെ കുറിച്ചും ക്ലാപ്പനയിൽ സുവിശേഷത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി പോയ സമയത്തുണ്ടായ പ്രത്യാഘാതങ്ങൾ, ആക്രമണങ്ങളെക്കുറിച്ചൊക്കെ കേൾക്കുവാൻ കർത്താവ് സഹായിച്ചു. അന്ന് SP ആയിരുന്നത്, DYSP ആയിരുന്നത് ശ്രീജിത്ത് സാറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ധീരതയോടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ അറിയാൻ സാധിച്ചു. അപ്പോൾ ഞാൻ അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ച, ശ്രീജിത്ത് സാർ നല്ലൊരു ഗായകനാണ്, അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. ദൈവത്തിന് മഹത്വം, സ്തോത്രം. ഈ ഭവനം ക്രമീകരിച്ചിരിക്കുന്ന ഈ ഉപവാസ പ്രാർത്ഥനയും ഈ സുവിശേഷ യോഗവും അടുത്ത് അനേക ഭവനങ്ങളുണ്ടല്ലോ. സ്തോത്രം. ആരൊക്കെയാണെന്ന് എനിക്കറിയില്ലെങ്കിലും കർത്താവ് എല്ലാവരെയും നന്നായി അറിയുന്നു. ദൈവദാസന്മാരുമായി ഞങ്ങൾക്ക് വ്യക്തിപരമായി പരിചയമില്ലെങ്കിലും നമ്മെ ഓരോരുത്തരെയും നന്നായി അറിയുന്ന, വ്യക്തമായി അറിയുന്ന, നമ്മുടെ കുറവുകളും നമുക്കുള്ള കൂടുതലുകളും നമ്മുടെ ഹൃദയത്തിൻ്റെ നെടുവീർപ്പുകളും നമ്മുടെ ഹൃദയത്തിൻ്റെ സ്പന്ദനങ്ങളും നമ്മൾ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും കിടക്കുന്നതും നടക്കുന്നതും നമ്മെ നന്നായി ശോധന ചെയ്യുന്ന നമ്മുടെ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. അത് ദൈവത്തിൻ്റെ വാഗ്ദത്ത വചനമാണ്. 2 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നതിൻ്റെ നടുവിൽ ഞാനുണ്ട് എന്ന് പറഞ്ഞത് ഇത് വചനമാണ്. സ്തോത്രം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം തന്നെ ഇപ്രകാരം പറയുന്നു: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. സ്തോത്രം. ആ വചനം ജഡമായി താണലോകത്തിലേക്ക് ഇറങ്ങി വന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി ഇവിടെ ഇടയിൽ പാർത്തു. സ്തോത്രം. ഹല്ലേലൂയ. അത് തിരിച്ചറിയുവാൻ യഹൂദന്മാർക്ക് കഴിയാതെ പോയതുകൊണ്ട് പാപികളും ദോഷികളും ഒക്കെ ആയിരുന്ന നമുക്കൊരു മഹാഭാഗ്യം ലഭിച്ചു. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമുക്കെല്ലാവർക്കും വ്യത്യസ്തമായ ജീവിതത്തില് ദുഃഖങ്ങളും പ്രയാസങ്ങളും ചിന്തകളും ഒക്കെ ഉള്ളവരാ. നമ്മൾ സാധാരണ മനുഷ്യരാ. ചിലപ്പോൾ നിങ്ങളിവിടെ ആയിരിക്കുമ്പോൾ തന്നെ വീട്ടിലെ പ്രശ്നങ്ങൾ കാണാം. ഒരുപക്ഷെ രക്ഷിക്കപ്പെടാത്ത ഭർത്താവിനെ കുറിച്ചുള്ള ആകുലതകളായിരിക്കാം, വിവാഹപ്രായമെത്തിയ മക്കളെ വിവാഹം എങ്ങനെ നടക്കുമെന്നുള്ള ചിന്തകളായിരിക്കാം, വീടിൻ്റെ ജപ്തി, ഇങ്ങനെ ഒത്തിരി വിഷയങ്ങളുമായിട്ട് മനുഷ്യൻ ജീവിതത്തിൽ യാത്ര ചെയ്യുന്നവരാ. സ്തോത്രം. പ്രത്യേകിച്ച് 100% സാക്ഷരതയുണ്ടെന്ന് അവകാശപ്പെടുന്ന പ്രബുദ്ധ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ നടക്കുന്നത്, ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ നടക്കുന്നത്, ഏറ്റവും കൂടുതൽ ഡൈവോഴ്സ് കേസുകൾ നടക്കുന്നത്, ഏറ്റവും കൂടുതൽ പീഡന പരമ്പരകൾ നടക്കുന്നത് നമ്മുടെ കേരളത്തിലാണ്. സ്തോത്രം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഇല്ലാഞ്ഞിട്ടാണോ? കോവിഡ് എന്ന മഹാമാരി ലോകത്തെ വീശി അടിച്ചു. നമ്മുടെ പ്രിയപ്പെട്ടവർ പലരും മരണമെന്ന യാഥാർത്ഥ്യത്തിലൂടെ കടന്നുപോയി. വാക്സിൻ എടുത്തതിന്റെ ഗുണം കൊണ്ടോ സാനിറ്റൈസറിന്റെ ശക്തി കൊണ്ടോ ഒന്നും അല്ലല്ലോ പ്രിയപ്പെട്ടവരെ നമ്മളായിരിക്കുന്നത്. നമ്മൾ ഈ ഭൂമിയിൽ ഇത്ര നാൾ ആയിരിക്കണമെന്നുള്ളത് കർത്താവിൻ്റെ ഒരു പദ്ധതി ആയതുകൊണ്ടാണ് നമ്മൾ ജീവനോടെ ആയിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ നമ്മുടെ കർത്താവിൻ്റെ കൈകളിലെല്ലാം സുരക്ഷിതമാണ്. സ്തോത്രം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുതെന്ന്. മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് വ്യക്തമായി പറയുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ.
ആകാശത്തിലെ പറവകളെ നോക്കൂ, അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നില്ല. സ്വർഗസ്ഥനായ പിതാവ് അതിനെ എത്രമാത്രം അതിനെ പോഷിപ്പിച്ച് നടത്തുന്നു അല്ലേ? 2 ആഴ്ച മാത്രം ആയുസ്സുള്ള വയലിലെ താമരയെ നോക്കൂ, എത്ര മനോഹരമായിട്ടാണ് കർത്താവ് അതിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇന്നുള്ളതും നാളെ വാടിപ്പോകുന്നതുമായ വയലിലെ പുല്ലിനെ നോക്കൂ, അതിൻ്റെ മനോഹാരിത നോക്കൂ. സ്തോത്രം. നമ്മുടെ കർത്താവ് എത്ര മനോഹരമായി അതിനെയൊക്കെ സൃഷ്ടിച്ച് പോറ്റി പുലർത്തി നടത്തുന്നുവെങ്കിൽ മനുഷ്യനെ നോക്കിയിട്ട് കർത്താവ് പറയും, അല്പവിശ്വാസിയെ, നിങ്ങൾ ഇവയെക്കാട്ടിൽ എത്ര സവിശേഷതയുള്ളവരാ. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ ഭാരങ്ങൾ എൻ്റെ മേൽ ഇട്ടുകൊള്ളുവാൻ. നിങ്ങളുടെ ഭാരങ്ങൾ മുഴുവനും ഇന്നിവിടെ ആയിരിക്കുമ്പോൾ കർത്താവിൽ പൂർണ്ണമായും സമർപ്പിച്ച് നമ്മുടെ വിശ്വാസം വർദ്ധിക്കട്ടെ. സ്തോത്രം. നമ്മൾ വിശ്വാസികൾ എന്നാണല്ലോ അറിയപ്പെടുന്നത്. നമ്മൾ രക്ഷിക്കപ്പെട്ടതും വിശ്വാസത്താലാണല്ലോ, അല്ലേ? കൃപയാലല്ലോ, വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടത്. ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ പരിധികളില്ലാത്ത, പരിമിതികളില്ലാത്ത നിർവ്യാജമായ സ്നേഹമാണ് ഈ പന്തലിന്റെ കീഴിൽ നമ്മളെ ആക്കിയിരിക്കുന്നത്. ഈ സന്ധ്യാസമയത്ത് എത്രയോ പ്രിയപ്പെട്ടവർ TV സീരിയലുമായിരിക്കുന്നവരുണ്ട്, പാപത്തിന്റെ പടുകുടിയിൽ കിടന്ന് കൈകാലിട്ടടിക്കുന്നവരുണ്ട്, കർമ്മകാണ്ഡങ്ങളിലൂടെ സഞ്ചരിക്കുന്നവരുണ്ട്, അല്ലേ? മോക്ഷയാത്രകൾ, മുക്തിമാർഗങ്ങൾ, സക്കാത്തുകൾ, സൽക്കർമ്മങ്ങൾ, ദാനധർമ്മങ്ങൾ നല്ലത് തന്നെയാണ്. സ്തോത്രം. പക്ഷേ നമുക്ക് ഈ രക്ഷ കിട്ടിയത് കർത്താവിന്റെ കൃപയാണ്. കൃപ. എല്ലാ മനുഷ്യനും മാനസാന്തരപ്പെടണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ദീർഘക്ഷമയോടെ കർത്താവ് കാത്തിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. അന്ത്യകാലത്ത് സുവിശേഷത്തെ പരിഹസിക്കുന്നവർ എഴുന്നേൽക്കുമെന്ന് വചനം പറയുന്നു. നിങ്ങൾ ഇത്ര നാളും പ്രസംഗിച്ചു, യേശു വരുന്നു, യേശു വരുന്നു, യേശുവിനെ കാണുന്നില്ലല്ലോ എന്ന് പരിഹസിക്കുന്ന പരിഹാസികൾ എഴുന്നേൽക്കുമെന്ന് വിശുദ്ധ ബൈബിൾ വ്യക്തമായി പറയുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഒരിക്കൽ കർത്താവ് ഭൂമിയിൽ ഒരു മനുഷ്യനായി വന്ന് 33.5 വയസ്സുവരെ ജീവിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറിപ്പോയി. ആ യേശു വീണ്ടും വരാൻ സമയമായി. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. ഇനി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ജീവിതത്തിന്റെ കുറവുകളെ കണ്ടുണരുവാൻ, നമുക്ക് നിരപ്പ് പ്രാപിക്കേണ്ട മേഖലകളിൽ നിരപ്പ് പ്രാപിക്കുവാൻ, നമ്മുടെ കുടുംബജീവിതത്തിൽ, സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ, അയൽപക്കങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ, കൂട്ടുവിശ്വാസികളുമായിട്ടുള്ള ബന്ധത്തിൽ, പാസ്റ്റേഴ്സുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിതത്തിൽ വന്ന കുറവുകൾ മനസ്സിലാക്കി നിരപ്പ് പ്രാപിച്ച് ഒരുങ്ങിയിരിക്കേണ്ട സമയങ്ങളാ. കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് എത്തി നിൽക്കുന്നു. ലോകത്തിൻ്റെ ലക്ഷണങ്ങൾ, പ്രാപഞ്ചിക ലക്ഷണങ്ങൾ, ജാതീയ ലക്ഷണങ്ങൾ, യഹൂദിയ ലക്ഷണങ്ങൾ, സഭാ ലക്ഷണങ്ങളൊക്കെ നമ്മുടെ കർത്താവിൻ്റെ വീണ്ടെടുപ്പിൻ്റെ കാഹളത്തിൻ്റെ നാദം ധ്വനിക്കുന്നതിൻ്റെ സമയങ്ങൾ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുമ്പോൾ നനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരും. ആരുമെന്ന് അറിയത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ബുദ്ധിയുള്ള കന്യകമാരെ പോലെ വിളക്കിൽ എണ്ണയുമായി ശേഖരിച്ച് നമുക്ക് കരുതിയിരിക്കേണ്ട സമയങ്ങളാ. സ്തോത്രം. അത് തന്നെ ലേഖനങ്ങളിൽ പറയുന്നത്, ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ വരുവാനുള്ള ന്യായവിധിയിൽ നിന്ന് തെറ്റിയൊഴിയും. ബൈബിൾ വായിക്കുമ്പോൾ എനിക്ക് ഭയം തോന്നുകയാണ്. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിനെ നോക്കിപ്പാർത്തിരിക്കുന്ന ദൈവമക്കൾക്ക് സന്തോഷമുണ്ടെങ്കിൽ നിങ്ങൾ കരമുയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. സ്തോത്രം. നമുക്കൊരു വേദഭാഗം വായിക്കാം. നമുക്കെല്ലാം സുപരിചിതമായതാണ്. അനുഗ്രഹീതമായ ദൈവദാസന്മാർ വചനം നന്നായി വ്യാഖ്യാനിക്കുന്നവരും അതിൻ്റെ മർമ്മങ്ങളുമൊക്കെ നന്നായി അറിയാവുന്നവരിവിടെ ഉണ്ട്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 13 തൊട്ട് 17 വരെയുള്ള വാക്യങ്ങൾ മൈക്കിലൂടെ വായിക്കാൻ പറ്റിയെങ്കിൽ വളരെ നന്നായിരുന്നു. സോദരമോനെ, മൈക്ക് അങ്ങോട്ട് കൊടുക്കുമോനെ. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 13 തൊട്ടുള്ള വേദവാക്യങ്ങൾ വായിക്കാം. യേശു ഫിലിപ്പിന്റെ കൈസരുടെ പ്രദേശത്തെത്തിയ ശേഷം തൻ്റെ ശിഷ്യന്മാരോട്,
ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നുവെന്ന് ചോദിച്ചു. ചിലർ യോഹന്നാൻ സ്നാപകനെന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ യിരെമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നു എന്ന് അവർ പറഞ്ഞു. നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബർയോനാ ശിമോനെ, നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. നീ പത്രോസാകുന്നു. ആമേൻ. മതി പാസ്റ്റർ, താങ്ക് യു. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 13 വാക്യങ്ങളാണ് വായിച്ചത്. ഒരിക്കൽ കൂടി ഒന്ന് വായിക്കാം. യേശു ഫിലിപ്പിൻ്റെ കൈസരിയുടെ പ്രദേശത്തെത്തിയ ശേഷം തൻ്റെ ശിഷ്യന്മാരോട് ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. ചിലർ യോഹന്നാൻ സ്നാപകനെന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ യിരെമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നു എന്നും അവർ പറഞ്ഞു. നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്ന് യേശു കർത്താവ് ചോദിച്ചതിന് ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായി ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബർയോനാ ശീമോനെ, നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. പ്രാർത്ഥിക്കാം ഒരു നിമിഷം. പരിശുദ്ധനായ സ്വർഗീയ പിതാവേ, ഈ സുവിശേഷ യോഗത്തെ തിരുകരങ്ങളിൽ സമർപ്പിക്കുന്ന അപ്പച്ച, മനോഹരമായ ഗാനങ്ങൾ പാടുവാൻ പ്രിയ ബ്രദറിനെയും സംഗീതോപകരണങ്ങൾ വായിക്കുവാൻ പ്രിയ അച്ഛാനെയും അവിടുന്ന് ബലപ്പെടുത്തിയല്ലോ. ആത്മനിറവിലുള്ള ആരാധന ഞങ്ങൾക്കും ദേശത്തിനും അനുഗ്രഹമാക്കി തീർത്തു. കാലാവസ്ഥയെ ഞങ്ങൾക്ക് അനുകൂലമാക്കി തീർത്തു. ദൈവജനത്തെ കൂട്ടിവരുത്തി, കർത്തദാസന്മാരെ കൂട്ടിവരുത്തി. കർത്താവേ, സഭാ പാസ് സാന്നിധ്യം രാവിലെ തൊട്ടുണ്ടല്ലോ. ഇവിടെ ഉയർന്നു കേൾക്കുന്ന വചനവും സുവിശേഷവും ഈ ദേശത്ത് കർത്താവേ, അനേക ഭവനങ്ങളുണ്ട്. ഈ ശബ്ദസീമയിൽ അനേക ഹൃദയ കവാടങ്ങൾ തുറക്കപ്പെടുവാൻ കൊടുങ്കാറ്റ് പോലെ ഇറങ്ങി വന്ന പല വിപ്ലവ നേതാക്കന്മാരും അവരുടെ ആശയങ്ങളും കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ലോകത്തെ കിടുകിട വിറപ്പിച്ച ചക്രവർത്തിമാർ, ഫാസിസ്റ്റുകൾ, സെലിബ്രിറ്റികൾ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു വ്യക്തിയായിരുന്നു ബ്രൂസ് ലീ. നിങ്ങൾ കേട്ടിട്ടില്ലേ? കോടിക്കണക്കിന് ആരാധകരെ തൻ്റെ ശരീര സൗന്ദര്യം കൊണ്ടും തൻ്റെ ശരീരത്തിന്റെ ചടുലമായ നീക്കങ്ങൾ കൊണ്ടും തൻ്റെ ആയോധന കലയുടെ വൈഭവം കൊണ്ടും കോടിക്കണക്കിന് ജനങ്ങളെ
ആരാധകരാക്കി തീർക്കുവാൻ കഴിഞ്ഞ ഒരു വ്യക്തിപ്രഭാവമാ ബ്രൂസിലി. ആ ബ്രൂസിലിയെ എവിടെങ്കിലും പ്രസംഗിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ചിലപ്പോൾ ഇത് ആരെങ്കിലും ഓർക്കുമായിരിക്കും. വലിയ കഴിവും മിടുക്കുമുള്ള ആളായിരുന്നല്ലോ. സ്തോത്രം. ബ്രൂസിലി നിങ്ങളെ രക്ഷിക്കുമെന്ന് പറയുന്നത് ആരെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. അവരൊക്കെ കേവലം ഒരു മനുഷ്യർ മാത്രമായിരുന്നു. സ്തോത്രം. സുവിശേഷം എന്ന് പറയുന്നത് ഒരു വ്യക്തിയിൽ കേന്ദ്രീകൃതമാണ്. നിങ്ങൾക്കറിയാം വ്യക്തിയെ. നമുക്ക് ഉയർത്താനുള്ള വ്യക്തിത്വം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ മാത്രമാണ്. വേറെ ആരെയും നമുക്ക് ഉയർത്താനില്ല. സ്തോത്രം. ആ യേശു ക്രിസ്തു എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത്? വിശുദ്ധ തിരുവെഴുത്ത് 1 തിമോത്തിയോസ് 1:15 പറയുന്നുണ്ട്, ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ഈ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം. അപ്പൊ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ വന്നത് പാപികളെ രക്ഷിപ്പാനാണ്. സ്തോത്രം. അതുകൊണ്ട് അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 4:12 ഞങ്ങൾ പരസ്യയോഗങ്ങളിൽ അടിവരയിട്ട് അസന്ധിഗ്ധമായി ധൈര്യത്തോടെ പറയുന്നത് മറ്റൊരുത്തനിലും രക്ഷയില്ല, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല, കർത്താവായ യേശു ക്രിസ്തു എന്ന നാമം മാത്രം. അപ്പൊ ചിലർ ചോദിക്കും, വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് സംശയമുണ്ടാകും. ഇത് കേൾക്കുമ്പോൾ അല്പം അലോസരം അവർക്കുണ്ടാകും. കാരണം മറ്റൊരുത്തനിലും രക്ഷയില്ല എന്ന് പറയുമ്പോൾ ഇത്ര ആധികാരികമായി കവലകളിൽ നിന്ന് യേശു ക്രിസ്തുവിനെ പോലെ പ്രസംഗിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വത്തെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ? എത്ര ധൈര്യത്തോടെ സുവിശേഷകന്മാർ യേശുവിനെ പ്രസംഗിക്കുന്നത്! അതിന്റെ പ്രാഗൽഭ്യത്തിന്റെ പിറകിലുള്ള കാര്യം എന്താ? യേശു ക്രിസ്തു കേവലം ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ഭാവനയിൽ സൃഷ്ടപ്പെട്ട ഒരു സാങ്കല്പിക കഥാപാത്രമല്ല. യേശു ക്രിസ്തു ഒരു ചരിത്ര പുരുഷനാണെന്നുള്ളത് സത്യമാ. അബ്രഹാം ഉണ്ടാകുന്നതിന് മുമ്പേ യേശു ഉണ്ടായിരുന്നു. അവൻ ചരിത്രാതീതകാരനാണ് കർത്താവായ യേശു ക്രിസ്തു. സ്തോത്രം. ലോകചരിത്രത്തെ AD എന്നും BC എന്നും രണ്ടായി തിരിച്ചുകൊണ്ട് സ്നേഹം കൊണ്ട് ലോകത്തെ കീഴടക്കിയ സ്നേഹത്തിന്റെ മൂർത്തീഭാവമാണ് കർത്താവായ യേശു ക്രിസ്തു. ലോകത്തിലുള്ള മതങ്ങളും ആശയങ്ങളും സെക്കൻഡ് നേരം കൊണ്ട് എതിർ മതത്തിൽപ്പെട്ട മനുഷ്യനെ കൊല്ലുവാനും വെട്ടുവാനും ബോംബെറിയുവാനും കലാപങ്ങൾ ഉണ്ടാക്കുവാനും പഠിപ്പിക്കുമ്പോൾ യേശുവിന്റെ ആ സ്നേഹം ഇന്നും കാൽവറി ക്രൂസിൽ നിന്ന് ബഹിർഗമിച്ചുകൊണ്ടിരിക്കുക. ആയിരക്കണക്കിന് കുടുംബങ്ങളിൽ ആശ്വാസമായി, സമാധാനമായി, നിത്യജീവനായി മാറിക്കൊണ്ടിരിക്കുക. സ്തോത്രം. കൊടും കുറ്റവാളികൾ, ക്രൂരന്മാർ, നിഷ്ഠൂരന്മാർ, ആർക്കും വേണ്ടാത്തവർ, അവർ യേശുവിന്റെ സ്നേഹത്തിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും കൊള്ളാകുന്നവരായി മാറുക. അവര് ഗദരദേശത്തെ ഭൂതഗ്രസ്തനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നില്ലേ? ബൈബിളിൽ ഗദരദേശത്തെ ഒരു ഭൂതഗ്രസ്തനായ ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട്. ശരീരമാസകലം ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവനായി, ചങ്ങലകൾ ഉരുമിപ്പൊട്ടിച്ചുകൊണ്ട് സുബോധം നഷ്ടപ്പെട്ടവനായി, വസ്ത്രം ധരിക്കാതെ കല്ലറകളിൽ കിടക്കുന്നവൻ. ഒന്ന് ആലോചിച്ച് നോക്കൂ. കല്ലറയ്ക്കകത്ത് കിടക്കുന്ന മരിച്ച ശവമാ, ആ കല്ലറയുടെ മുകളിൽ കിടക്കുക. സ്തോത്രം. ഹല്ലേലൂയ. സുബോധം നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ, കാടുകളിലേക്ക് നിലവിളിച്ചുകൊണ്ട് ഓടുന്നവൻ, ഒരു ദേശത്തെ മുഴുവനും വിറപ്പിച്ചുകൊണ്ടിരിക്കുക. ഒന്നും രണ്ടുമല്ല, ആയിരക്കണക്കിന് ഭൂതങ്ങൾ അവന്റെ ശരീരത്ത് കയറിയിരിക്കുക. ആ സഹോദരനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ മാതാപിതാക്കൾക്ക് നഷ്ടപ്പെട്ടിട്ട് വർഷങ്ങളായി, സമൂഹത്തിന് നഷ്ടപ്പെട്ടിട്ട് വർഷങ്ങളായി. ഒരുപക്ഷെ അദ്ദേഹം വിവാഹിതനാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ആ നല്ലൊരു ഭർത്താവിനെ തിരിച്ചു കിട്ടുമെന്നുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ട് വർഷങ്ങളായി. അദ്ദേഹത്തിന് മക്കളുണ്ടെങ്കിൽ സുബോധമുള്ള നല്ല വസ്ത്രം ധരിക്കുന്ന ഒരു അച്ഛനെ മടക്കി കിട്ടുമെന്നുള്ള പ്രത്യാശ നഷ്ടപ്പെട്ടിട്ട് വർഷങ്ങളായി. പ്രിയപ്പെട്ടവരെ, ആർക്കും വേണ്ടാത്തവനെ, സമൂഹം തള്ളിക്കളഞ്ഞവനെ,
സമൂഹം വിധി എഴുതിയവനെ യേശുവിന് വേണം. ആരെങ്കിലും ഈ ശബ്ദപരിധിയിൽ തിരസ്കരിക്കപ്പെട്ടവരായി കുടുംബത്തിലോ ശാപങ്ങൾ പിന്തുടരുന്നവരായോ മദ്യപാനത്തിന്റെ കെടുതികളിലൂടെ സഞ്ചരിക്കുന്നവരായോ അല്ല ജീവിതത്തിൽ പലതും ചെയ്ത് പലയിടത്തും പോയി പോക്കറ്റിലെ പൈസ മുഴുവൻ ചെലവഴിച്ചിട്ട് സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ടവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ 100% ഗ്യാരണ്ടിയോടെ ഞാൻ പറയാം, യേശുവിന് നിങ്ങളുടെ ചരിത്രത്തെ മാറ്റുവാൻ കഴിയും. കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ നിങ്ങളുടെ ചരിത്രത്തെ മാറ്റുവാൻ കഴിയുകയുള്ളൂ. 100% ഗ്യാരണ്ടി. ഇവിടെ പലരും ഗ്യാരണ്ടി പറയുന്നുണ്ടല്ലോ, ആ ഗ്യാരണ്ടി അല്ല, 100% ഗ്യാരണ്ടി പറയുവാൻ കഴിയും. ഞാൻ എൻ്റെ ജീവിതാനുഭവങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. കാരണം എൻ്റെ ജീവിതാനുഭവം എനിക്ക് മാത്രമേ ഉള്ളൂ. പാസ്റ്റർമാരുടെ ജീവിതാനുഭവം പാസ്റ്റർമാർക്ക് മാത്രമേ ഉള്ളൂ. എൻ്റെ സാക്ഷ്യം പറയുമ്പോൾ എൻ്റെ കണ്ണ് നിറയാതെ എനിക്കത് പറയാൻ സാധിക്കില്ല. കൊല്ലം ജില്ലയിൽ പുനലൂർ വിളക്കുടി പഞ്ചായത്തിൽ ഒരു ഹൈന്ദവ നായർ പശ്ചാത്തലത്തിൽ രവീന്ദ്രൻ പിള്ളയുടെ ഓമനയമ്മയുടെ ഏക മകനായിട്ടാണ് ഞാൻ ജനിച്ചു വളർന്നത്. എൻ്റെ ഗ്രാൻഡ് ഫാദർ അപ്പൂപ്പൻ ഭക്തിയോടെ ജീവിച്ചൊരു മനുഷ്യനാണ്. അതിരാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് ശരീരമാസകലം ഭസ്മം പൂശി നെറ്റിയിൽ ചന്ദനക്കുറിയിട്ട് പൂജാമുറിയിലേക്ക് കയറി ഉപാസനാ മൂർത്തികളുടെ മുമ്പിൽ നിലവിളക്ക് കത്തിച്ച് രാമായണം ഭാഗവതം തുടങ്ങിയ ഹൈന്ദവ മതഗ്രന്ഥ പാരായണങ്ങളും മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഉപാസനാ മൂർത്തികളുടെ പൂജകളും കഴിഞ്ഞതിന് ശേഷം കിഴക്ക് സൂര്യൻ ഉദിച്ചു വരുമ്പോൾ കിഴക്കോട്ടിറങ്ങി നിന്ന് കൈക്കുമ്പിളിൽ വെള്ളം കോരി ആകാശത്തിലേക്ക് ഒഴിച്ച് സൂര്യനെ കുറിച്ചുള്ള മന്ത്രങ്ങൾ ഉരുവിടുന്ന ഒരു അപ്പൂപ്പൻ്റെ കൊച്ചുമകനായിട്ടാണ് ഞാൻ ജനിച്ചു വളർന്നത്. ഈ ശബ്ദപരിധിയിൽ ആരെങ്കിലും ഹൈന്ദവ സഹോദരങ്ങൾ എന്നെ കേൾക്കുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും മതവിഭാഗത്തെ വ്രണപ്പെടുത്തുവാനോ ഏതെങ്കിലും സംവിധാനങ്ങളെ താഴ്ത്തിക്കെട്ടുവാനോ ഉയർത്തുവാനോ അല്ല. ഉണ്ണികൃഷ്ണൻ എന്ന വ്യക്തിയുടെ പച്ചയായ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ പ്രേക്ഷകരായ ശ്രോതാക്കളായ നിങ്ങളുടെ മുന്നിൽ ഞാൻ തുറന്നു വെക്കുക. ഞാൻ നിൽക്കുന്നത് ദൈവസന്നിധിയിലാണ്. അദൃശ്യനായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ലെങ്കിലും വിശുദ്ധ ബൈബിൾ പറയുന്നുണ്ട്, നമ്മൾ പറയുന്ന ഏത് നിസാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. കള്ളം പറഞ്ഞാൽ എനിക്ക് അടി കിട്ടും, മനസ്സിലായോ? പൊലിപ്പിച്ചു പറഞ്ഞാൽ, പൊടിപ്പും തൊങ്ങലും ചേർത്ത് പറഞ്ഞാൽ, അരിഭാവത്വങ്ങളോട് പറഞ്ഞാൽ എനിക്ക് അടി കിട്ടും. നമ്മുടെ കർത്താവ് ദീർഘക്ഷമയുള്ളവനാ. പക്ഷെ ബൈബിളിൽ വേറൊരു വചനമുണ്ട്, അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയും കൂടാ. ആമേൻ. എന്നെ കേൾക്കുന്ന ഈ ഫേസ്ബുക്കിലൂടെ യൂട്യൂബിലൂടെ ഈ സാക്ഷ്യം കേൾക്കുന്ന ആയിരങ്ങൾ നാളെ ഒരുപക്ഷെ കാണാം. അതിൽ പുനലൂരും ഇളമ്പലും ഉള്ളവർ കാണാം. ഞാൻ കള്ളം പറഞ്ഞാൽ അവരത് വിമർശനവുമായിട്ട് വരും. എനിക്ക് ഭയമാ ദൈവസന്നിധിയിൽ. സ്തോത്രം. ഒരിക്കലും ഒരു സുവിശേഷകനാകുമെന്നോ ബൈബിൾ എടുത്തുകൊണ്ട് കവലയിൽ നിന്ന് പ്രസംഗിക്കുമെന്നോ സ്വപ്നത്തിൽ വിചാരിച്ച ഒരാളല്ല ഞാൻ. ഒരു വചനം ഇപ്രകാരമുണ്ട്, മനുഷ്യന്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുമുണ്ട്, എന്നാൽ ദൈവത്തിന്റെ ആലോചനയോ അത് നിവർത്തിയാകും. ദൈവത്തിന്റെ ആലോചന നിവർത്തിയാകും. യെശയ്യാവിന്റെ പുസ്തകം 55:8 തോന്നുന്നു ഇപ്രകാരം ഒരു വാക്യമുണ്ട്, നിന്റെ വിചാരങ്ങൾ എൻ്റെ വിചാരങ്ങളല്ല, നിന്റെ വഴികൾ എൻ്റെ വഴികളുമല്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ വലിയവനായ ദൈവത്തിൻ്റെ വഴികളും വിചാരങ്ങളും നമ്മുടെ വിചാരങ്ങളിലും വഴികളിലും ഉയർന്നിരിക്കുന്നു. സ്തോത്രം. നമ്മുടെ സോളമനച്ചാനൊക്കെ അനുഭവിക്കുന്ന ഈ സന്തോഷം അത് ദൈവത്തിൻ്റെ നീതിയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ മാനിക്കുന്നവനെ ദൈവം മാനിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ ഭൗതിക നന്മയെ ഉയർത്തി കാണിക്കുന്ന ഒരാളല്ല. ഒരു പാരമ്പര്യം വിട്ടിറങ്ങിത്തിരിക്കുമ്പോൾ അവഗണനകൾ, നിന്ദകൾ, പരിഹാസങ്ങൾ, ഒറ്റപ്പെടലുകൾ, കല്ലേറുകൾ ഒരുപാട് അനുഭവിക്കും. അത് മർത്തോമയിൽ നിന്നാണേലും യാക്കോബയിൽ നിന്നാണേലും കാത്തലിക് ആണെങ്കിലും ഇസ്ലാം ആണെങ്കിലും ഹൈന്ദവരാണെങ്കിലും യേശുവിനെ യഥാർത്ഥമായി പിൻപറ്റുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഒറ്റപ്പെടലുകളുണ്ട്,
അത് സത്യമാ. ഞാനും അത് അനുഭവിച്ചിട്ടുള്ള ആളാ. പക്ഷേ ഈ ഭൂമിയിൽ ഒരു മാന്യത തരും. അത് ദൈവത്തിന്റെ ഒരു നീതിയാ പ്രിയപ്പെട്ടവരെ, അത് ദൈവത്തിന്റെ ഒരു നീതിയാ. പക്ഷെ ആത്യന്തികമായി നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് നിത്യജീവനെ പിടിച്ചുകൊള്ളുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. ജീവിതത്തിന്റെ യാത്രയിൽ ദൈവം തരുന്ന ബോണസാണ് വീട്, കാറ്, ബൈക്ക്, ഉന്നത വിദ്യാഭ്യാസം, വിദേശ യാത്രകളൊക്കെ ദൈവം തരുന്ന ബോണസാ. കാരണം ഒരിക്കൽ കമ്മലും മാലയും ഒക്കെ പറിച്ചു വെച്ചിട്ട് വലിയ വില്ലന്മാരായി നടന്നവര് ഈ രക്ഷയുടെ അനുഭവത്തിലേക്കൊക്കെ വരുമ്പോൾ ഒത്തിരി പരിഹാസങ്ങൾ കേട്ടില്ലേ? അതുകൊണ്ടാ വചനം പറയുന്നത്, കരയാനൊരു കാലം, ചിരിക്കാൻ ഒരു കാലം. അപ്പൊ കരഞ്ഞവരൊക്കെ ഇന്ന് മക്കളുടെ സന്തോഷവും അഭിവൃദ്ധിയും കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ കർത്താവിന്റെ സ്നേഹം അനുഭവിച്ചവർ ഉണ്ടെങ്കിൽ ഞാൻ നിർബന്ധിക്കത്തില്ല, ഒരു ഹല്ലേലൂയ പറയുന്നത് തെറ്റില്ല. സ്തോത്രം. കാരണം എന്താ അറിയാമോ? കവലകളിൽ ദൈവകൃപയിൽ പ്രസംഗിക്കുന്നവരുടെ മുന്നിൽ ആരവാരങ്ങളോ ആളോ ബഹളമോ ഒന്നുമില്ല. സ്തോത്രം. റബ്ബർ എസ്റ്റേറ്റുകളിൽ നിന്ന് റബ്ബറിനെ നോക്കി പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെയും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ ശബ്ദത്തിന്റെ പരിധിക്കുള്ളിൽ ഏതോ ഒരു വീട്ടിൽ ഏതോ ഒരു സഹോദരിയോ സഹോദരനോ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്ന വിവരം ഞാൻ അറിയുന്നില്ല, പ്രസംഗിക്കുന്നവരറിയുന്നില്ല, ദൈവം കാണുന്നു. ആ പ്രസംഗത്തിലൂടെയാണ് സഹോദര സഹോദരി നീ ആത്മഹത്യ ചെയ്യരുത്, യേശു നിന്നെ സ്നേഹിക്കുന്നു എന്ന ഒറ്റ വാക്കാണ് ആയിരങ്ങളെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. ഭൂമിയിൽ ഒരു മാന്യതയുണ്ട് പ്രിയപ്പെട്ടവരെ. ഞാൻ പറഞ്ഞു വരട്ടെ എൻ്റെ സാക്ഷ്യം. അത്ര ഭക്തിയോടെ ജീവിച്ച ഹൈന്ദവ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും അത്ര ഭക്തിയോടെ ജീവിച്ച ഒരു കുടുംബം. എൻ്റെ അപ്പൂപ്പൻ അവിടെ ക്ഷേത്രത്തിലെ ഒരു കാലഘട്ടത്തിൽ ആ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹിയായിരുന്നു. എൻ്റെ അച്ഛൻ്റെ കുടുംബം, ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ അപ്പൂപ്പൻ്റെ മൂത്ത മകനാണ് എൻ്റെ അച്ഛൻ. എൻ്റെ അച്ഛൻ്റെ പേര് രവീന്ദ്രൻപിള്ള എന്ന. എൻ്റെ അപ്പൂപ്പൻ 40 വർഷം പുനലൂർ പേപ്പർ മില്ലിൽ ഫോർമാനായിരുന്നു. മേശിരി എന്ന് പറയും അന്നത്തെ കാലഘട്ടത്തിൽ. കഠിനാധ്വാനത്തിലൂടെ വസ്തുവകകളും റബ്ബറും കൃഷിയും. ഏകദേശം 50-60 വർഷം മുമ്പ് ഓടിട്ട ഒരു വീടും ഉണ്ടായിരുന്നു. 50 വർഷം മുമ്പ് ഇലക്ട്രിസിറ്റി, ടേപ്പ് റെക്കോർഡ് വരെ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. ഞാൻ പൊങ്ങച്ചം പറയല്ല, ഞാൻ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. കഠിനാധ്വാനികൾ, കർഷകർ, സൽസ്വഭാവികൾ, ഉദാരമതികളായ പൂർവികന്മാരായിരുന്നു എൻ്റെത്. ഇന്നും എൻ്റെ അച്ഛനെയും അപ്പൂപ്പനെയും കുറിച്ച് പറയുമ്പോൾ നാട്ടുകാരുടെ 7 ജീവനാ അവർക്ക്. ഇത്ര സാക്ഷ്യത്തോടെ ജീവിച്ച, ഭക്തിയോടെ ജീവിച്ച, ഹൈന്ദവാചാരങ്ങളും കർമ്മങ്ങളും അതൊക്കെ വളരെ മാതൃകയോടെ ഭയഭക്തിയോടെ ജീവിച്ച ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. സ്തോത്രം. ഓണവും വിഷുവും ദീപാവലിയും മണ്ഡലകാലവും ചെറുപ്പകാലവും ഒക്കെ വളരെ ആഹ്ലാദത്തോടെ കൊണ്ട് ആടിയ ഒരു കുട്ടിക്കാലം എനിക്ക് നിങ്ങളുടെ മുന്നിൽ ഓർത്തെടുക്കുവാൻ കഴിയും. രാവിലെ പ്രഭാതത്തിൽ കുളിച്ച് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന പൂജകൾക്ക് ശേഷം എൻ്റെ അപ്പൂപ്പൻ അതിരാവിലെ നടന്ന് ക്ഷേത്ര ദർശനം നടത്തുമായിരുന്നു മുടങ്ങാതെ. എന്നെയും തോളിലിരുത്തി പോയതൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പക്ഷേ പതുക്കെ പതുക്കെ എൻ്റെ കുടുംബത്തിൽ കഷ്ടങ്ങളും നഷ്ടങ്ങളും അപമൃത്യുവും രോഗത്തിൻ്റെ കാഠിന്യവും ഒക്കെ പിടിക്കാൻ തുടങ്ങി. എൻ്റെ നല്ല ചെറുപ്പത്തിൽ എൻ്റെ ഒരു ചിറ്റപ്പൻ രാധാകൃഷ്ണപിള്ള എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. സുന്ദരനും പട്ടാളത്തിൽ ജോലിയായിരുന്നു, ആർമിക്കാരനായിരുന്നു, ആർമിയിൽ ഓഫീസറായിരുന്നു. അദ്ദേഹത്തിൻ്റെ നല്ല ചെറുപ്പത്തിൽ അദ്ദേഹം ഒരു ഇഷ്ടപ്പെട്ട സ്ത്രീയെ വിവാഹം കഴിച്ചു കൊടുക്കാത്തതിൻ്റെ പേരിൽ പട്ടാളത്തിൽ വെച്ച് അദ്ദേഹം ആത്മഹത്യ ചെയ്തു. എൻ്റെ അച്ഛൻ്റെ കുടുംബത്തിൽ നടന്ന ആദ്യത്തെ അപമൃത്യു അതാണ്. അതിനുശേഷം എൻ്റെ അച്ഛൻ, ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ അച്ഛന് ഒരു രോഗം വന്നു. ആ രോഗം, അതിൻ്റെ പേര് പാർക്കിൻസൺസ് ഡിസീസ് എന്നാണ്. അതിന് പാർക്കിൻസോണിസം എന്നും പറയും. ആ രോഗത്തെക്കുറിച്ച് കേട്ടിട്ടുള്ളവരാരെങ്കിലും ഉണ്ടോ? ഷിവറിംഗ് ആണ്. സ്തോത്രം. അതായത് ഞാൻ ഈ കണ്ണട എടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ഈ രോഗമുള്ള ആളാണെങ്കിൽ മണിക്കൂറുകൾ ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. തലച്ചോറിലെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു കോശത്തിൻ്റെ സംവിധാനം നഷ്ടപ്പെട്ടു പോവുക. അങ്ങനെ ആയുർവേദം, അലോപ്പതി
തിരുമ ഒഴിച്ചിലുമായി അനേക ഹോസ്പിറ്റലുകൾ കയറിയിറങ്ങി. എന്നാൽ എൻ്റെ തിരുവനന്തപുരത്ത് താമസിക്കുന്ന എൻ്റെ ഒരു അമ്മാവൻ്റെ മകൾ ഡോക്ടർ, അവരുടെ ഭർത്താവ് ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു ഡോക്ടറായിരുന്നു. ഡോക്ടർ മോഹൻ നായർ അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം 25 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ അച്ഛനെ ശ്രീചിത്രയിൽ കൊണ്ടുപോയി ചികിത്സിച്ചപ്പോഴാണ് ഇത് പാർക്കിൻസൺസ് ഡിസീസാണെന്ന് അറിഞ്ഞത്. എൻ്റെ കുടുംബത്തിൻ്റെ തകർച്ച അവിടെ തുടങ്ങിയായിരുന്നു. അന്നത്തെ കാലഘട്ടങ്ങളിൽ ആ രോഗത്തിന് പുനലൂരോ കൊട്ടാരക്കരയോ ഒന്നും മെഡിസിൻ ഇല്ലായിരുന്നു. മെഡിസിൻ വാങ്ങിക്കണമെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറുകളിൽ മാത്രമേ കിട്ടത്തുള്ളായിരുന്നു. നല്ല സമൃദ്ധിയോടെ കഴിഞ്ഞിരുന്ന കുടുംബം പതുക്കെ പതുക്കെ സാമ്പത്തികമായി ഞെരുങ്ങാൻ തുടങ്ങി. സ്തോത്രം. തകർച്ചയിലേക്ക് കൂപ്പുകുത്താൻ തുടങ്ങി. ലക്ഷക്കണക്കിന് രൂപ നീണ്ട 20 വർഷത്തെ എൻ്റെ അച്ഛൻ്റെ രോഗത്തിൻ്റെ ഭാരവുമായി ബന്ധപ്പെട്ട് ചെലവായി. സമൃദ്ധിയോടെ ജീവിച്ച എൻ്റെ കുടുംബം ഒത്തിരി ഞെരുങ്ങാൻ തുടങ്ങി. എൻ്റെ അച്ഛന് ഗുളിക വാങ്ങിച്ചു കൊടുക്കാൻ നിവൃത്തിയില്ലാതെ എൻ്റെ അമ്മ അയൽപക്കങ്ങളിൽ കയറിയിറങ്ങി ചോദിക്കാൻ തുടങ്ങുന്നൊരു സാഹചര്യം എൻ്റെ കുടുംബത്തിലുണ്ടായി. എൻ്റെ അയൽപക്കക്കാരായ അച്ചൻകുഞ്ചാനും ജോറൂട്ടിച്ചാനും രണ്ടുപേരും മരിച്ചുപോയി. അവർ മർത്തോമക്കാരാ, നല്ല മനുഷ്യരാ. അവര് എൻ്റെ അമ്മയ്ക്ക് ഗുളിക വാങ്ങിക്കാൻ എൻ്റെ അമ്മയുടെ ഈ പൈസ കൊടുത്തിട്ട് അവരത് തിരിച്ചു വാങ്ങിച്ചിട്ടില്ല കേട്ടോ. സ്തോത്രം. അവരും ബൈബിള് വായിക്കുന്നവരാ, അവർ നന്നായി പ്രാർത്ഥിക്കുന്നവരാ. ദൈവസ്നേഹം ഉള്ളിലുണ്ടെങ്കിലേ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുവാനും കരുതുവാനും ആശ്വസിപ്പിക്കുവാനും സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ആ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ നിർവ്യാജമായി സ്നേഹിക്കും. അവരൊക്കെ മരിച്ചുപോയി. സ്തോത്രം. അങ്ങനെ എൻ്റെ കുടുംബം തകർന്നു, തരിപ്പണമായി. എൻ്റെ അച്ഛൻ വിറച്ചും വിറങ്ങലിച്ചും നിർജീവമായ ശരീരത്തോടു കൂടി കട്ടിലിൽ കിടക്കും. ഗുളിക കഴിക്കുമ്പോൾ 1-2 മണിക്കൂർ നേരം മാത്രം എഴുന്നേറ്റ് കുളിക്കാനും ബാത്റൂമിൽ പോകാനും പല്ല് തേക്കാനും സാധിക്കും. ഗുളികയുടെ പവർ കഴിയുമ്പോൾ അച്ഛൻ വീണ്ടും വിറച്ച് 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 കിടക്കും. എനിക്ക് ഒത്തിരി കഴിവുകൾ ദൈവകൃപയാൽ കുഞ്ഞുനാളിലേ ഉണ്ടായിരുന്നു. ഞാൻ നല്ല പഠിക്കുമായിരുന്നു, നല്ല ഹാൻഡ് റൈറ്റിംഗ് ആയിരുന്നു, നല്ല ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. ഇങ്ങനെ ഒത്തിരി കഴിവുകളൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിൽ ഒരു വ്യക്തിയിൽ നിന്നൊരു പഠിപ്പിക്കുന്ന അധ്യാപകനിൽ നിന്നുണ്ടായ ഒരു വലിയ, അദ്ദേഹം ഒരു ചില സ്വഭാവ ദൂഷ്യത്തിന് അടിമയായിരുന്നു. അദ്ദേഹത്തിൽ നിന്നുണ്ടായ ചില പ്രവൃത്തികൾ എൻ്റെ വിദ്യാഭ്യാസത്തെ തകർത്തു. പഠിക്കാൻ പുസ്തകമെടുത്ത് തുറന്നു വെക്കുമ്പോൾ അതിനകത്ത് മയങ്ങി വീണു. എൻ്റെ ഓർമ്മ നഷ്ടപ്പെട്ടു. പഠിക്കാനുള്ള താല്പര്യം കുറഞ്ഞു. എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ തകർച്ച അവിടെ തുടങ്ങി. കഷ്ടിച്ച് 210 മാർക്ക് വാങ്ങിച്ച് SSLC പാസ്സായി. ഡിസ്റ്റിങ്ഷൻ വാങ്ങിക്കുമെന്ന് സമൂഹവും മാതാപിതാക്കളും പ്രതീക്ഷയോടെ നോക്കിയിരുന്ന എൻ്റെ ജീവിതം തകർന്നു. നിഷ്കളങ്കനായിരുന്ന ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കാൻ ചെന്നു. അവിടെ കൂട്ടുകാരുടെ പ്രേരണ കൊണ്ടും എൻ്റെ പ്രായത്തിൻ്റെ ആവേശം കൊണ്ടും ഞാൻ കണ്ട സിനിമകളുടെ സ്വാധീനം കൊണ്ടും ബിയറിനും മദ്യത്തിനും ലഹരിക്കും തമ്പാക്കിനും പാൻപരാഗിനും കഞ്ചാവിനും വാറ്റുചാരായത്തിനും അടിമയായി തീർന്നു. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളുണ്ട് കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കരഞ്ഞു പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്ന ഒരമ്മയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു, ഹന്ന അല്ലേ? ആ അമ്മയുടെ പ്രാർത്ഥന ആ മകനെ വിശ്വസ്ത പ്രവാചകനായി മാറ്റി. സ്തോത്രം. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മക്കൾക്ക് വേണ്ടി കരയണം. നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹം പണ്ടത്തെ പോലെ അല്ല പ്രിയപ്പെട്ടവരെ. കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്ന് അണുകുടുംബത്തിലേക്ക് വന്നു. ജീവിതത്തിൽ ഒരു സമ്മർദ്ദമുണ്ടായാൽ താങ്ങാൻ ആളില്ല, ആശ്വസിപ്പിക്കാൻ ആളില്ല. സ്തോത്രം. മദ്യവും ലഹരിയും മാറി MDMAയും LSD സ്റ്റാമ്പുകളും ക്യാമ്പസുകളെ പിടിമുറുക്കി കഴിഞ്ഞു. ഒരു 2 കൊല്ലം കൂടെ കഴിയുമ്പോ ഒരു പക്ഷേ ഈ പ്രസംഗം വിവാദമാകുമെന്ന് എനിക്കറിയത്തില്ല. ഒരു 2 വർഷം കൂടെ കഴിയുമ്പോ മര്യാദയുള്ള മനുഷ്യനും മലയാളിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യം സംജാതമാകും. 10 വയസ്സുള്ളൊരു പെൺകുട്ടിയെ അവൾ ഉറങ്ങിക്കിടക്കുന്ന വീട്ടിൽ നിന്ന് രാത്രിയിൽ ബലമായി പിടിച്ചുകൊണ്ടുപോയി ബലാത്സംഗം ചെയ്തു. ഈ കേരളത്തിൽ സ്വന്തം ഉദരത്തിൽ ജനിച്ചു വളർന്ന
ഒരു കുഞ്ഞിനെ കൊന്നിട്ട് 5 നില കെട്ടിടത്തിലൂടെ ഒരു പന്തെടുത്തെറിയുന്ന ലാഘവത്തോടെ റോഡിലേക്ക് എറിച്ചു ഒരമ്മ. കേരളത്തിലായി നടന്നത്. ആൺകുട്ടികൾ മാത്രമല്ല, പെൺകുട്ടികളും പരസ്യമായി കേരളത്തിലെ ബസ് സ്റ്റാൻഡിൽ നിന്ന് യൂണിഫോം ഇട്ട് കഞ്ചാവ് വലിക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുക. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങൾ എന്നെ ചൊല്ലി നിലവിളിക്കുകയും വേണ്ട. കർത്താവിന് അറിയാം കർത്താവ് എന്തിനായി ഭൂമിയിൽ വന്നതെന്ന്. നിങ്ങളെ തലമുറയെ ചൊല്ലി കരയണം, നിലവിളിക്കണം. ഇനി ശക്തമായി പ്രാർത്ഥിക്കേണ്ട സമയങ്ങളാണ്. ദൈവസഭ ആലസ്യം വിട്ട് ഉണർന്നെഴുന്നേൽക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. പാപം പഴുത്തതിന്റെ പാകത്തിൽ നിൽക്കുക. കേരളം ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്ന കേരളം മദ്യത്തിന്റെയും ലഹരിയുടെയും മയക്കുമരുന്നിന്റെയും ആത്മഹത്യയുടെയും കൊലപാതകത്തിന്റെയും നാടായി മാറി. നിയമപാലകർ പോലും നിസ്സഹാരായി നിൽക്കുക. ലഹരിക്ക് അടിമപ്പെട്ടവർ പോലീസ് സ്റ്റേഷനിൽ കയറി പോലീസുകാരെ അടിച്ചിട്ട് പ്രതികളെ മോചിപ്പിച്ചു കൊണ്ടുപോകുന്നു. പാസ്റ്റേ, ഭീകരമായ അവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. സഭാ വ്യത്യാസമില്ലാതെ ദൈവമക്കൾ കരയേണ്ട സമയമാ, കരയേണ്ട സമയമാ, നിലവിളിക്കേണ്ട സമയമാ. പുറത്തു വരാത്ത എത്രയോ സത്യങ്ങളുണ്ടെന്നറിയാമോ? ലഹരിയുടെ ഒരു നീരാളിപ്പിടുത്തത്തിലായി കോളേജ് ക്യാമ്പസുകളും സ്കൂളിന്റെ പരിസരങ്ങളും. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു വനിതാ സ്കൂളുണ്ട്, എൻ്റെ പേര് ഞാൻ പറയുന്നില്ല, തിരുവനന്തപുരത്താ. അവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ മകളെ ലഹരിക്ക് അടിമപ്പെട്ട് കൊല്ലപ്പെട്ടത്. കോളേജിന്റെ ഹോസ്റ്റലുകളിൽ ലഹരിയുടെ സ്വാധീനം, റാഗിംഗ്, മാനസികമായി തകർക്കുക. സാത്താന് മനസ്സിലായി ഇനി അധിക നാളില്ല, യേശു ക്രിസ്തു വരുവാൻ സമയമായി. അതിനു മുമ്പ് മാനവകുലത്തെ നശിച്ച് തകർത്ത് ഇല്ലാതാക്കി നരകത്തിൽ തള്ളിയിടാൻ അവൻ അലറുന്ന സിംഹം എന്ന പോലെ, അവൻ അലറുന്ന സിംഹം എന്ന പോലെയാ ഉപമിച്ചിരിക്കുക. ഒന്നിനൊന്നോട് സാമ്യം ചെന്നാൽ അത് ഉപമയാവത്. എന്നാൽ യഹൂദാ ഗോത്രത്തിന്റെ സിംഹമായവൻ എൻ്റെ ഉള്ളിലും നിങ്ങളുടെ ഉള്ളിലുമുണ്ട്. യഹൂദാ ഗോത്രത്തിന്റെ സിംഹമായവൻ എൻ്റെ ഉള്ളിലും നിങ്ങളുടെ ഉള്ളിലുമുണ്ട്. അലറുന്ന സിംഹം എന്ന പോലെ വരുന്ന സാത്താന്റെ പ്രവൃത്തികളെ തിരിച്ചറിയുവാൻ, സാത്താന്റെ തന്ത്രങ്ങളെ നിങ്ങൾ തിരിച്ചറിയാത്തവരല്ലോ. ഇതിന്റെ പുറകിൽ പൈശാചിക മണ്ഡലങ്ങളുടെ കളിയാണ്. മദ്യത്തിനും ലഹരിക്കും കഞ്ചാവിനും പാൻപരാഗിനും തമ്പാക്കിനും ചാർസോവീസിനും വാറ്റിയാരായത്തിനും അടിമയായി സുവിശേഷ വിരോധികളുമായിട്ടുള്ള കൂട്ടുകെട്ട്, തീവ്രമായ ഹൈന്ദവ വർഗീയ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരായിരുന്നു കൂട്ടുകാർ. ചുരികയും വടിവാളും തരും. തീവ്രമായ ആശയങ്ങൾ ചെറിയ പ്രായത്തിൽ എൻ്റെ ഹൃദയത്തിൽ വീണു. അത് വൈരാഗ്യമായി, വിരോധമായി, വർഗീയതയായി കത്തിപ്പടർന്നു. എൻ്റെ വീടിനടുത്ത് താമസിക്കുന്ന ക്രിസ്ത്യാനികളെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും വേദനിപ്പിച്ചു ഞാൻ. സ്തോത്രം. അത് സഭാ വ്യത്യാസമില്ലാതെ, സംഘടനാ വ്യത്യാസമില്ലാതെ ക്രൈസ്തവരോട് എനിക്ക് പകയായിരുന്നു. ഞാൻ വിശ്വസിച്ചിരുന്നത് സുവിശേഷം എന്ന് പറഞ്ഞാൽ മതപരിവർത്തനമാണെന്നാണ്. ഈ ശബ്ദപരിധിയിൽ, ഈ സോഷ്യൽ മീഡിയയിലൂടെ എന്നെ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ വ്യക്തവും ശക്തവുമായി ഞാൻ പറയാം, സുവിശേഷം മതപരിവർത്തനമല്ല. നിങ്ങളുടെ തെറ്റിദ്ധാരണ മാറട്ടെ. 1000 രൂപയും പൊറോട്ടയും ഇറച്ചി വാങ്ങിച്ചു തന്നാൽ നിങ്ങൾ നിങ്ങളുടെ മതം വിടുവോ? ഒരിക്കലും വിടത്തില്ല. പാരമ്പര്യത്തിൽ എരിവുമുണ്ട്. ഒരു ഹൈന്ദവ നായർ കമ്മ്യൂണിറ്റി വലിയ ആളാണെന്ന് പറഞ്ഞ് നടന്ന ഒരാളാ ഞാൻ. സ്തോത്രം. ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ ഉപജീവന മാർഗത്തിന് എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു തയ്യക്കട നടത്തി. അദ്ദേഹം എൻ്റെ ചർച്ചിലെ മെമ്പറാ. ഞങ്ങൾ ഒരുമിച്ചാണ് കർത്താവിനെ ആരാധിക്കുന്നത്. തൻ്റെ 2 കുഞ്ഞുങ്ങളെ പോറ്റുവാൻ, തൻ്റെ കുടുംബത്തെ നയിക്കുവാൻ തയ്യക്കടയുമായിട്ട് വന്ന മനുഷ്യനെ ഞാൻ ഉപദ്രവിച്ചു, ശല്യം ചെയ്തു. മദ്യപിച്ച് മതോന്മത്തനായി കടയിൽ പോയിരുന്ന് തെറി വിളിച്ച്
മെറ്റിൽ പറക്കി അദ്ദേഹത്തിന്റെ കടയുടെ ബോർഡുകൾ എറിഞ്ഞ് തകർത്തു ഞാൻ. എനിക്കൊരു ദ്രോഹവും ആ മനുഷ്യൻ ചെയ്തിട്ടില്ല. ഒറ്റ കാരണം, അദ്ദേഹം ഒരു പെന്തക്കോസ്തുകാരനായതാണ് ഞാൻ കണ്ട കുറ്റം. എൻ്റെ വീട്ടിൽ എഴുത്തും കൊണ്ടുവന്ന പോസ്റ്റ്മാൻ ജോർജാനെ ഒരു ബൈക്ക് മാത്രം വരുന്ന ഇടവഴിയിൽ അദ്ദേഹം ബൈക്ക് ഇങ്ങനെ ബാലൻസ് ചെയ്ത് വരുമ്പോൾ ഞാൻ വലിയ പാറക്കല്ല് ഉരുട്ടി വെച്ച ആ മനുഷ്യൻ മറിഞ്ഞു വീഴുന്നത് കാണാൻ ഞാൻ നോക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടുകാരിയായ അസംബ്ലീസ് ഓഫ് ചർച്ചിലെ ഒരു അമ്മാമ, ഒരു ഇച്ചിരി കഴിവൊക്കെ ഉള്ളൊരു സ്ത്രീയാണ്. അപ്പം അവരോട് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്ന് പറയാൻ പറ്റാത്ത അത്ര ക്രൂരമായൊരു കാര്യം ഞാൻ ചെയ്തൊരു വ്യക്തിയാണ്. തീവ്രമായ ആശയങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ സമ്മർദ്ദം കൊണ്ട് പുനലൂർ അസംബ്ലീസ് ഓഫ് ഗോഡ് മലയാളം ഡിസ്ട്രിക്റ്റിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിന് സമീപത്ത് 20 വർഷങ്ങൾക്കപ്പുറം ഒരു പാസ്റ്റർ വന്ന് താമസിക്കുന്നു. അമേരിക്കയിൽ നിന്ന് വന്നതാണെന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിന്റെ പ്രേരണയാൽ അവിടെ ചെന്ന് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി 2000 രൂപ വാങ്ങിച്ചു. 500 രൂപ എനിക്കും കിട്ടി. ആ 500 രൂപയ്ക്ക് മദ്യം കുടിച്ച് ഒരു പൂർവ്വകാലം എനിക്ക് നിങ്ങളുടെ മുന്നിൽ ഓർത്തെടുക്കുവാൻ കഴിയും. ഒരു TPM എന്ന് പറഞ്ഞ ഒരു ദൈവസഭയുടെ എൻ്റെ വീടിന് സമീപത്ത് സമർപ്പണം നടക്കുമ്പോൾ വിശ്വാസികൾ ഒഴുകുന്നത് കണ്ടപ്പോൾ, അവർ മൂപ്പന്മാരാണെന്ന് വിളിക്കുന്നത്, മൂപ്പന്മാർ പോകുന്നത് കണ്ടപ്പോൾ എനിക്ക് അസൂയ തോന്നിയിട്ട് മനഃപൂർവ്വം അടിയുണ്ടാക്കി അവരുടെ വഴിയാത്രയെ തടഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സുവിശേഷത്തെ എതിർത്തു, ക്രിസ്ത്യാനികളെ ആക്രമിച്ചു, പച്ചത്തെറി ഞാൻ വിളിക്കുമായിരുന്നു. സുബോധം നഷ്ടപ്പെട്ടവനായി ഉത്സവ സീസണുകളിൽ എൻ്റെ വീടിൻ്റെ അടുത്ത് വിളക്കുടി പഞ്ചായത്തിൽ ആദ്യം ഉത്സവം നടക്കുന്നത് കാരറ എന്ന് പറഞ്ഞൊരു സ്ഥലത്താ. ഒരു പ്രാവശ്യം ഞാൻ ഉത്സവത്തിന് പോയപ്പോൾ എൻ്റെ കൂട്ടുകാർ വിളിച്ച് 5 പ്രാവശ്യം എന്നെ ഷാപ്പിൽ കൊണ്ടുപോയത് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ഭ്രാന്തന്മാർക്ക് ഭ്രാന്ത് അടക്കാൻ കൊടുക്കുന്ന ഡൈസ്പാം ഗുളിക, അതിന് വേറൊരു പേരുണ്ടായിരുന്നു, ആന മയക്കി എന്നായിരുന്നു അതിൻ്റെ പേര്. ആനയെ മയക്കുന്ന സാധനം. ഭ്രാന്തന്മാരെ അടക്കുന്ന ഡൈസ്പാം ഗുളിക പൊടിച്ചിട്ടിരുന്ന 5 കപ്പ് ആ ആനമയക്കി കുടിച്ചിട്ട് ഞാൻ അമ്പലപ്പറമ്പിൽ വന്നിട്ട് എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു, ഗാനമേള തുടങ്ങുമ്പോൾ എന്നോടൊന്ന് പറയണം, ഞാനൊന്ന് കിടക്കുക എന്ന് പറഞ്ഞു. കിടന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. മുഖത്ത് സൂര്യന്റെ തീഷ്ണമായ ചൂടടിച്ചപ്പോൾ ഞാൻ കണ്ണു തുറന്നു. ഞാൻ നോക്കിയപ്പോൾ ഉത്സവപ്പറമ്പിൽ ആനയുമില്ല, ആനപ്പിണ്ടം വരെ ഉണങ്ങി, ആരവാരമില്ല, ആരുമില്ല. ഞാൻ പൊടിയും തട്ടി എളിഫിനായി ഓടിയ ഒരു ചെറുപ്പക്കാരനാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. എളമ്പൽ ഉത്സവത്തിന് തലച്ചാരായം കുടിച്ച് കപ്പക്കാട്ടിൽ ഛർദിച്ച് കിടന്ന ഒരുവനാ ഞാൻ. വീട്ടിൽ കയറാതെ കടത്തിണ്ണകളിൽ കിടന്ന, ഒരു കൈയിൽ മദ്യക്കുപ്പിയും ഒരു കൈയിൽ വടിവാളും നിറച്ച് പച്ചത്തെറിയുമായി സുബോധം നഷ്ടപ്പെട്ട ഒരു തെരുവ് നായയെ പോലെ നടന്നൊരു ചെറുപ്പക്കാരനാ ഞാൻ. എൻ്റെ മാതാപിതാക്കളുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. നിശാസഞ്ചാരിയായി ഒരു ഭ്രാന്തനെ പോലെ നടന്നു. ഉത്തരവാദിത്വം നഷ്ടപ്പെട്ടവനായി, പ്രതീക്ഷകളില്ലാത്ത, സാമൂഹ്യ പ്രതിബദ്ധതയില്ലാത്ത ഒരു ദുഷ്ട സ്വഭാവത്തിൽ ഞാൻ ജീവിച്ചു. പക്ഷെ ഉള്ളുകൊണ്ടൊരാഗ്രഹമുണ്ടായിരുന്നു എനിക്ക് രക്ഷപ്പെടണമെന്ന്. പക്ഷെ സാധിക്കുന്നില്ല. ഞാൻ ഏതോ ശക്തികളുടെ സ്വാധീനത്തിലായിപ്പോയി. എൻ്റെ അച്ഛൻ നീണ്ട 20 വർഷത്തെ നരകതുല്യമായ ജീവിതത്തിന് ശേഷം പാർക്കിൻസൺസ് രോഗത്തിന് അടിമപ്പെട്ട് എൻ്റെ അച്ഛൻ മരിച്ചു. വേദനയോടെ എൻ്റെ അച്ഛൻ മരിച്ചത്. മക്കളെ, ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. ജീവിച്ചിരിക്കുമ്പോൾ മാതാപിതാക്കളെ സ്നേഹിക്കുകയും അവരെ കരുതുകയും ചെയ്യണം കേട്ടോ. എൻ്റെ ജീവിതത്തിൽ സുബോധം വന്നതിന് ശേഷം ഭയങ്കര പ്രയാസമായിപ്പം. പാവപ്പെട്ട മനുഷ്യൻ, സൽസ്വഭാവിയായി ജീവിച്ച മനുഷ്യൻ, ഈ ഭൂമിയിൽ എനിക്ക് ജന്മം നൽകാൻ സാധിച്ച മനുഷ്യനെ ശുശ്രൂഷ ചെയ്യാൻ എനിക്ക് സാധിച്ചില്ല. ഇനി സാധിക്കുമോ അത്? പക്ഷെ എൻ്റെ കർത്താവെല്ലാം ക്ഷമിച്ചു കേട്ടോ. നിങ്ങളുടെ പാവങ്ങൾ എത്ര കടിഞ്ചുവപ്പാണെങ്കിൽ ഇന്നും ഓർക്കുമ്പോൾ ഹൃദയം തകരുന്ന വേദന എനിക്കുണ്ട്. കാരണം എനിക്കൊരു മകനുണ്ട്, ദൈവം തന്നൊരു കുഞ്ഞാ. അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം.
ആൺപിള്ളേരാണേലും പെൺപിള്ളേരാണേലും മാതാപിതാക്കളെ അനുസരിക്കണം കേട്ടോ. നിങ്ങൾ ദീർഘായുസോടിരിക്കുന്നതിന് മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞാൽ മാതാപിതാക്കളെ കാണുമ്പോൾ മുണ്ടെടുത്തത് മടക്കി കുത്ത് താഴെ ഇടുന്നത് മാത്രമല്ല, അവർക്ക് ശുശ്രൂഷ ചെയ്യണം, അവർക്ക് പൈസ കൊടുക്കണം, അവരെ സ്നേഹിക്കണം, അവർക്ക് വസ്ത്രം കൊടുക്കണം, അവരുടെ മലമൂത്ര വിസർജനം എടുക്കണം. അത് കടമയാ, അത് ഹോം നഴ്സിന്റെ കടമയല്ല. മാതാപിതാക്കളെയൊക്കെ ശാപം കിട്ടിയ രക്ഷപ്പെടത്തില്ല കേട്ടോ. മരുമക്കളായി ആരെങ്കിലും ഉണ്ടെങ്കിലുണ്ടല്ലോ, അവർ ചിലപ്പം പ്രായം കൊണ്ട് എന്തെങ്കിലും ദേഷ്യം പറയുകയോ ഒക്കെ ചെയ്താൽ അതങ്ങ് സ്നേഹത്തോടെ കേൾക്കണം കേട്ടോ. സ്വന്തം ഭർത്താവിൻ്റെ അമ്മയെ സ്വന്തം അമ്മയെ പോലെ കാണാൻ സാധിക്കുന്നെങ്കിൽ എത്ര വലിയ ഭാഗ്യമാ. പലപ്പോഴും മനുഷ്യനല്ലേ, നമുക്ക് കുറവുകൾ വരും പ്രിയപ്പെട്ടവരെ, പക്ഷെ നമ്മൾ മനഃപൂർവ്വമായി ക്ഷമിക്കണം കേട്ടോ. എൻ്റെ അച്ഛനൊരു നല്ല ശുശ്രൂഷ ചെയ്യാൻ സാധിക്കാത്ത ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള നിലയിൽ ഇന്നും എൻ്റെ ഹൃദയത്തിൽ വേദനയുണ്ട്. സുബോധമില്ല, വായിൽ നിന്ന് പച്ചത്തെറിയാ വിളിക്കുന്നത്, മുൻകോപിയായിരുന്നു. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് ഒറ്റ ചവിട്ടിന് എൻ്റെ വീടിൻ്റെ വാതിൽ ഞാൻ പൊളിച്ചവനാ. ഇതെന്താ ഞാൻ തുറന്നു പറയുന്നത്? ഈ സാക്ഷ്യം അനേകരുടെ വിശ്വാസം വർദ്ധിക്കുവാൻ കാരണമാകണം. അതുകൊണ്ട് എനിക്കിത് തുറന്നു പറയുന്നതിന് ഒരു ലജ്ജയുമില്ല. എൻ്റെ അച്ഛനോ രോഗിയായി, സ്തോത്രം, ഭർത്താവോ രോഗിയായി മരിച്ചു, വിധവ. നയിൻ പട്ടണത്തിലെ ഒരു വിധവയെക്കുറിച്ച് നമ്മൾ ബൈബിളിൽ വായിക്കുന്നില്ലേ? ഭർത്താവ് മരിച്ചുപോയ സ്ത്രീകൾ അന്നും ഇന്നും ഒത്തിരി വേദനകളിലൂടെ കടന്നു പോകുന്നത്. പരസ്യോഗത്തിനൊക്കെ പോകുമ്പോൾ സ്തോത്രം, ചില അമ്മമാർ ചേച്ചിമാർ എന്നോട് പറയും, മോനെ കള്ളുകുടിയനാണെങ്കിലും ഒരുത്തനുണ്ടല്ലോ. അതൊരു നല്ലത് തന്നെ, മറ്റാരുടെയും ശല്യങ്ങൾ ഉണ്ടാകാതിരിക്കുമല്ലോ. കള്ളുകുടിയനാണെങ്കിലും ഒരുത്തനുണ്ടല്ലോ, അതൊരു ബലമാ, ഒരു സുരക്ഷിതത്വമാ. രണ്ട് തെറിയോ രണ്ട് അടിയോ ഒരുപക്ഷെ കിട്ടുമായിരിക്കും. എന്നോട് പറഞ്ഞിട്ടുണ്ട് പല സ്ത്രീകളും കണ്ണുനീരോടെ. ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു സ്ത്രീ, ഏകജാതനായ മകൻ, ഒറ്റ മകനേ ഉള്ളൂ, അവനും മരിച്ചുപോയി. ജീവിതത്തിൻ്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച ഒരു സ്ത്രീ, ഒരു വിധവയായ സ്ത്രീ, ഒരു കൂട്ടം ജനത്തിൻ്റെ കൂടെ മകന്റെ ശവമഞ്ചം പേറിക്കൊണ്ട് യാത്ര ചെയ്തു വരുമ്പോൾ അരുമനാഥനായ കർത്താവ് അടുത്ത് ചെന്ന് മഞ്ചം തൊട്ടു. നമ്മുടെ കർത്താവിൻ്റെ സ്നേഹം, അതിൻ്റെ ആഴം എത്ര വലുതാ പ്രിയപ്പെട്ടവരെ. നമ്മുടെ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം, വീതി, നീളം, ഉയരം നമുക്ക് ആർക്കെങ്കിലും വർണ്ണിച്ചെടുക്കാൻ, അളന്നെടുക്കാൻ പറ്റുമോ? ദൈവസ്നേഹമുണ്ടെങ്കിൽ നമുക്ക് കണ്ണുനീര് വരും. എനിക്ക് ഉറപ്പായിട്ടും വരും. എനിക്ക് കർത്താവിനെ ആരാധിക്കുന്നതിന് ഒരു ലജ്ജയുമില്ല. ഞാൻ എന്തിനു ലജ്ജിക്കണം? പറഞ്ഞില്ലേ എൻ്റെ സാക്ഷ്യം. അപ്പോൾ എൻ്റെ അമ്മ വിധവയാ, ആകെ പ്രതീക്ഷ ഒറ്റ മകനാ ഞാൻ. എൻ്റെ ജീവിതത്തിൻ്റെ തകർച്ച കണ്ട്, ഭ്രാന്ത് പിടിച്ചെൻ്റെ ജീവിതം കണ്ട് രാത്രിയുടെ യാമങ്ങളിൽ എൻ്റെ അമ്മ പൊട്ടിക്കരയുമായിരുന്നു. എൻ്റെ അമ്മ കരയും. എൻ്റെ അമ്മയുടെ പേര് ഓമനെ അമ്മയെന്ന്. എൻ്റെ അമ്മയോട് അടുത്തുള്ള സ്ത്രീകൾ പറയും, ഓമനെ, നിൻ്റെ മോനെ ആരെങ്കിലും പിച്ചാത്തി കയറ്റത്തേ ഉള്ളൂ, അവൻ്റെ കാര്യം പോക്കാം. മാതൃഹൃദയമല്ലേ, നോവും, വേദനിക്കും. എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകണമെന്നില്ല കേട്ടോ. സ്നേഹമുള്ള മാതാപിതാക്കൾക്ക് വേദനിക്കും. വേദനയില്ലാത്തവരാണല്ലോ 5 നില കെട്ടിടത്തിൽ നിന്ന് എടുത്ത് താഴെ കളഞ്ഞത് കുഞ്ഞിനെ. യെശയ്യാവിൻ്റെ പുസ്തകം 49-ന്റെ 15-16 വാക്യമുണ്ട്. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അമ്മമാർ പറ, കരുണ തോന്നാതിരിക്കുമോ? തോന്നാതിരിക്കും. അതുകൊണ്ടാ അമ്മത്തൊട്ടിലുകളിലും കുപ്പത്തൊട്ടിയിലും കക്കൂസിൻ്റെ ക്ലോസറ്റിലും വാഷിംഗ് മെഷീനുകളിലും പൊന്തക്കാടുകളിലും ചോര കുഞ്ഞുങ്ങളെ വലിച്ചെറിയുന്നത്. കർത്താവ് പറയുക, ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുക. പ്രിയ ബ്രദർ പാടിയപ്പോൾ പറഞ്ഞു, മാനുഷിക ബന്ധങ്ങളൊക്കെ ശവക്കല്ലറ വരെ ഉള്ളൂ പ്രിയപ്പെട്ടവരെ, അതോടുകൂടെ തീരും. കർത്താവ് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരണം കാണുകയില്ല. സ്തോത്രം. മരണത്തിനപ്പുറമായ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞത് നമ്മുടെ കർത്താവ്. എൻ്റെ അമ്മ തേങ്ങുമായിരുന്നു, കരയുമായിരുന്നു. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു. കടം വാങ്ങിച്ച് പൈസ തരും. മോനെ, ക്ഷേത്രങ്ങൾ, കാവുകൾ, കുടുംബ പരദേവതാ ക്ഷേത്രങ്ങൾ,
മേജർ ക്ഷേത്രങ്ങൾ, മൈനർ ക്ഷേത്രങ്ങൾ, നഗ്നപാതനായി ഭിക്ഷാന്തേഹിയായി കാലങ്ങൾ സഞ്ചരിച്ചു. ഉണ്ണികൃഷ്ണൻ എന്ന ഞാൻ മോക്ഷത്തിന്, മുക്തിക്ക്, നല്ലൊരു മനുഷ്യനാകാൻ, മദ്യത്തിന്റെ ആസക്തിയിൽ നിന്ന് രക്ഷപ്പെടാൻ, സമൂഹത്തിൽ മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ ആഗ്രഹിച്ചു. സൽക്കർമ്മങ്ങൾ, ദാനധർമ്മങ്ങൾ, തീർത്ഥാടന യാത്രകളുടെ പരമ്പരകൾ നടത്തി. കേരളത്തിൽ അറിയപ്പെടുന്ന സകല ജ്യോതിഷന്മാരടുത്ത് പോയി. കോട്ടയം കുടമാളൂർ ശൽമ, പട്ടാഴി ആറാട്ടുപുഴ ശശിധരൻ തുടങ്ങി കേരളത്തിലെ അറിയപ്പെടുന്ന സകല ജ്യോത്സ്യന്മാരുടെ അടുക്കൽ പോയി. തൃശൂർ ചാത്തൻ സേവ നടത്തുന്നിടത്ത് വരെയും ഞാൻ പോയ ആളാണ്. ഞാൻ ആരെയും കുറ്റം പറയുകയല്ല. ആരെങ്കിലും ഹൈന്ദവ സഹോദരങ്ങളുണ്ടെങ്കിൽ കുറ്റം അറിയല്ല പ്രിയപ്പെട്ടവർ, എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത്. എനിക്കത് പറയാൻ സാധിക്കും, ഞാൻ അനുഭവിച്ച വഴികളാണ് അത്. എത്ര പ്രാവശ്യം കെട്ടുമുറുക്കി ശബരിമലയിൽ ദർശനം നടത്തി, നഗ്നപാതനായി വീടുകൾ തോറും 1001 പടി കയറി, സ്വർണ്ണത്തേര് പിടിച്ച് പളനിയിൽ ദർശനം നടത്തി. അവിടെ ചെന്നപ്പോൾ ഞാനൊരു കാഴ്ച കണ്ടു. അടുത്ത് നിന്ന് ദൈവത്തെ കാണണമെങ്കിൽ 500 രൂപ എക്സ്ട്രാ കൊടുത്താൽ അടുത്ത് നിന്ന് ദൈവത്തെ കാണാം. ഞാൻ ചോദിക്കട്ടെ, പടി കയറാൻ സന്ധിവാദം കൊണ്ട് നടക്കാൻ പറ്റാത്തവർക്ക് ദൈവത്തെ കാണാൻ പറ്റത്തില്ലേ? ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ദൈവങ്ങൾക്ക് പോലീസ് സംരക്ഷണം വേണോ പ്രിയപ്പെട്ടവരെ? മനുഷ്യന്റെ സംരക്ഷണം വേണോ ദൈവത്തിന്? ഏതെങ്കിലും ഒരു ശില്പിയുടെ കരവിരുതിൽ ഉണ്ടാക്കപ്പെട്ട നിർജീവമായ ചേതനയില്ലാത്ത വസ്തുവല്ല ദൈവം. ദൈവം സർവശക്തനാണ്, അവൻ സർവജ്ഞാനിയാണ്, അവൻ സർവവ്യാപിയാണ്. അവനൊരു പഞ്ചായത്തിൽ ഒരു മൂലയ്ക്ക് ഒതുങ്ങിയിരിക്കുന്നവനല്ല, ഒരു വാർഡിൽ മാത്രം കുടിയിരിക്കുന്നവനല്ല. ലോകത്തിന്റെ ഏത് ഭാഷയിൽ നിന്ന് പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന തിരിച്ചറിയാൻ കഴിയുന്നവൻ. ഒരുപക്ഷേ ഒരു ബധിരനായിരിക്കും നീ, ഹൃദയത്തിന്റെ സ്പന്ദനങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്നവൻ. ഈ രാത്രിയുടെ യാമങ്ങളിൽ കരഞ്ഞ് തലയണ നനയ്ക്കുന്ന സഹോദര സഹോദരി, കൂടപ്പിറപ്പേ, കൂടെ കിടക്കുന്ന ഭർത്താവ് നിന്റെ കണ്ണുനീര് കാണുന്നില്ലെങ്കിലും, കൂടെ കിടക്കുന്ന ഭാര്യയോ മക്കളോ നിന്റെ കണ്ണുനീര് കാണുന്നില്ലെങ്കിലും, ആ ഇരട്ടത്ത് നിന്റെ കണ്ണിൽ നിന്ന് 2 തുള്ളി കണ്ണുനീര് വീണത് കണ്ടവനും അത് തുരുത്തിയിൽ ശേഖരിച്ചു വെച്ചവനുമായ ഒരു ദൈവത്തിന്റെ സന്നിധിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് റോമാലേഖനം പറയുന്നത്, സ്തോത്രം, ജ്ഞാനി എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യൻ മൂഢരായി തീർന്നു. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യൻ പക്ഷി, ഇടജാതി, നാൽക്കാലി എന്നിവിടെ രൂപസദൃശ്യമാക്കി ഭജിച്ചു. ഇവിടെ ഒരു വലിയ ബുദ്ധിമാൻ കേരളത്തിൽ ഇപ്പോൾ ഉത്ഭവിച്ചു വന്നിട്ടുണ്ട്. ഒരു അറിവുള്ള ആളാ, രവിചന്ദ്രൻ എന്ന അദ്ദേഹത്തിന്റെ പേര്, രവിചന്ദ്രൻ സാർ. യേശു ഒരു മിഥ്യയാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരാൾ. യേശു ഒരു മിഥ്യയാണ്, ഏതോ ഒരു ഐതിഹ്യമാണ്, ഏതോ ഒരു കെട്ടുകഥയാണ്, ഏതോ ഒരു കിഴവിക്കഥയാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവരുണ്ട്. ഞാൻ വായിച്ചു കേൾപ്പിക്കപ്പെട്ട വചനത്തിൽ യേശു കർത്താവ് പത്രോസിനോട് പറയാ, ബെറിയോന ശീമോനെ, നീ ഭാഗ്യവാൻ. മാമേ, എത്ര ഭാഗ്യമുള്ളവരാ! ലക്കി മാൻ, ലക്കി വുമൻ, ലക്കി പേഴ്സൺ. പാസ്റ്റർമാരെ, എത്ര ഭാഗ്യമാണ്! ശിമോൻ പത്രോസിനെ മാത്രം നോക്കിയല്ല ആ വചനം പറയുന്നത്, നിങ്ങൾ എത്ര ഭാഗ്യമുള്ളവർ. മോൾ എത്ര ഭാഗ്യവതിയാണെന്നറിയാമോ? എന്തുകൊണ്ട്? ലോകരക്ഷകനായ, മാനകുലത്തിന്റെ വീണ്ടെടുപ്പുകാരനായ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വന്തം ജീവിതത്തിൽ സ്വീകരിക്കാൻ കഴിഞ്ഞതാണ് ഭാഗ്യം. ബെറിയോന ശീമോനെ, നീ എത്ര ഭാഗ്യവാൻ. ഉണ്ണികൃഷ്ണ, ഞാൻ എന്നോട് തന്നെ പറയാം, ഞാൻ എത്ര ഭാഗ്യവാൻ. ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്ന അരിഷ്ടന്മാരായി നമ്മൾ തീരരുത്. പല പഠിപ്പിക്കലുകളും ഭൗതിക നന്മയെ മാത്രം ഉയർത്തി കാണിക്കുമ്പോൾ ജീവിതത്തിൽ വിശുദ്ധിക്കും വേർപാടിനും പ്രാധാന്യം കൊടുക്കാതെ ഒരിക്കൽ സ്നാനപ്പെടുകയും ഒരിക്കൽ ദൈവസഭയോട് ചേരുകയും ചെയ്തിട്ട് എന്ത് വൃത്തികേട് കാണിച്ചാലും
രക്ഷ നഷ്ടപ്പെടത്തില്ലെന്ന് പഠിപ്പിക്കുന്ന ദുരുപദേശങ്ങളെ നിങ്ങൾ തിരിച്ചറിയണം. കർത്താവ് പറഞ്ഞതെന്താ? ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിപ്പിൻ. സമയങ്ങൾ അതിക്രമിച്ചു പോകുന്നു. സ്തോത്രം. 9 മണി കഴിഞ്ഞാലും കുഴപ്പമില്ല അച്ഛാ, കുഴപ്പമില്ല. സ്തോത്രം. ഹല്ലേലൂയ. കാരണം എൻ്റെ സാക്ഷ്യം തീർന്നില്ല. റോമാലേഖനം 1-ാം അധ്യായം അതിൻ്റെ 19 തൊട്ട് പറയുന്നുണ്ട്, പ്രപഞ്ച സൃഷ്ടാവായ തേജോമയനായ ദൈവത്തിൻ്റെ നിത്യശക്തിയും അവൻ്റെ ദിവ്യത്വവുമായ അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ഈ ലോക സൃഷ്ടി മുതൽ മനുഷ്യന്റെ ബുദ്ധിക്ക് തെളിവായി വന്നിട്ടും അവനെ ദൈവമെന്നറിഞ്ഞ് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ വ്യർത്ഥമായ നിരൂപണങ്ങളിൽ മനുഷ്യൻ മൂഢരായി തീർന്നു. അവൻ്റെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. 2 കൊരിന്ത്യർ 4:4 പറയുന്നു, ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കി കളഞ്ഞു. സ്തോത്രം. അപ്പോ ഈ ലോകത്തിനൊരു ദൈവമുണ്ട്, ദൈവമുണ്ടെന്ന് ബൈബിൾ പറയുന്നു. അവൻ അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കി. യേശു ക്രിസ്തുവിനെ വിശ്വസിക്കാത്തവരുടെ മനസ്സിനെ അവൻ കുരുടാക്കി വെച്ചിരിക്കുക. ഈ സത്യം ഗ്രഹിക്കുവാൻ നമ്മുടെ ഹൃദയം തുറന്നതിനായി സ്തോത്രം പറ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ഇത്ര വലിയ ഭാഗ്യകരമായ പദവിയ. മത്തായിയുടെ സുവിശേഷം 7:13-14 പറയുന്നുണ്ട്, ഇടുക്ക് വാതിലൂടെ അകത്ത് കിടപ്പിൻ. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിലൂടെ കടക്കുന്നവർ അനേകരാ. എന്നാൽ ഇടുക്ക് വാതിലൂടെ, അല്ലേ, ഇടുക്കവും ഞെരുക്കവുമുള്ള വാതിലൂടെ ആ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ചുരുക്കം പേരാ. ആ ചുരുക്കം പേരായി തീരാൻ നമുക്കൊരു ഭാഗ്യമുണ്ടായല്ലോ. നാശകർത്തത്തിൽ, നിത്യനരകത്തിൽ കോടിക്കണക്കിന് ജനങ്ങൾ പതിച്ചുകൊണ്ടിരിക്കുക. ബുദ്ധിമാനായ രവിചന്ദ്രൻ സാറിന് യേശു ആരാണെന്ന് മനസ്സിലായിട്ടില്ല. പാപികളിൽ ഒന്നാമനായിരുന്ന ഉണ്ണികൃഷ്ണനെ ദൈവം വെളിപ്പെടുത്തി. ജ്ഞാനികൾക്കും വിവേകികൾക്കും മറഞ്ഞിരുന്ന ഒരു മർമ്മം ശിശുക്കളായ നമുക്ക് വെളിപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യ. ഇത്ര വലിയ ഭാഗ്യം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ സ്തോത്രം ലോകപ്രശസ്തനായ ഒരു ശാസ്ത്രജ്ഞനുണ്ടായിരുന്നു. അദ്ദേഹമാണ് അനസ്തീഷ്യയ്ക്കുള്ള മരുന്ന് കണ്ടുപിടിച്ച സർ യങ് ജെയിംസ് സിംസൺ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ സായാഹ്ന വേളകളിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിട്ടുള്ളവർ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, സർ, താങ്കളുടെ ജീവിതത്തിലെ ഏറ്റവും മഹത്തരമായ കണ്ടുപിടുത്തം ഏതാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, 1000-ൽ പരം കണ്ടുപിടുത്തങ്ങൾ നടത്തി പേറ്റന്റ് നേടിയ ഒരു മനുഷ്യൻ പറയുക, ഞാനൊരു പാപിയാണെന്നും യേശുക്രിസ്തു രക്ഷകനാണെന്നും കണ്ടെത്തിയതാ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം. എത്ര സന്തോഷകരമായൊരവസ്ഥ. ഞാൻ ജനിച്ചു വളർന്ന ആ സമുദായത്തിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ തകർന്നുകൊണ്ടിരിക്കുക. മദ്യത്തിലും ലഹരിയിലും ശാപങ്ങളിലും കർമ്മകാണ്ഡങ്ങളിലൂടെ സഞ്ചരിക്കുക. സ്വസ്ഥതയില്ല കുടുംബങ്ങളിൽ, സമാധാനമില്ല, ആത്മഹത്യ വരിക. നമുക്ക് വേണ്ടത് ഇന്നിപ്പോ ഇന്ത്യയിൽ അറിയപ്പെടുന്നത് ആരെയാ? സച്ചിൻ ടെണ്ടുൽക്കറെ അറിയാം, സൗരവ് ഗാംഗുലി അറിയാം, ഷാരൂഖ് ഖാനെ അറിയാം, മമ്മൂട്ടിയെ, മോഹൻലാലിനെ അറിയാം. ഇവരെ അല്ല ജനം അറിയേണ്ടത്. ഭാവികളുടെ രക്ഷകനായ യേശുവിനെ വെളിപ്പെടുത്തണം. യേശുവിനെ നിങ്ങൾ ഓരോരുത്തരും വെളിപ്പെടുത്തണം. നിങ്ങൾ അടങ്ങിയിരിക്കരുത്. ആരോഗ്യം തന്ന്, ബലം തന്ന്, കൃപ തന്ന്, പാപങ്ങളിലും അതിക്രമങ്ങളിലും മരിച്ചവരായിരുന്ന നമ്മെ വീണ്ടെടുത്തത് അന്ധകാരത്തിൽ നിന്ന് അനത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനമാണ് നമ്മൾ. പെന്തക്കോസ്തി വന്നു എന്ന് ആരെങ്കിലും നിരാശയോടെ ആയിരിപ്പുണ്ടെങ്കിൽ, സഹോദര, രാജകീയ പുരോഹിത വർഗമാണ്. മനസ്സിലാകുന്നുണ്ടോ? നമ്മളെ കർത്താവ് വിളിച്ചത് സുവിശേഷം പറയണം. നമ്മൾ പണമുണ്ടെങ്കിൽ സുവിശേഷത്തിന് കൊടുക്കണം. പാട്ട് പാടാൻ കൃപയുണ്ട്, കവലയിൽ നിന്ന് പാടണം.
ട്രാക്ട് കൊടുക്കണം, ബൈബിൾ കൊടുക്കണം. ആയിരങ്ങൾ നാശകർത്തത്തിൽ വീണ് നശിക്കുക. പ്രിയപ്പെട്ടവരെ, സഹോദര, യേശു ക്രിസ്തു നിന്നെ രക്ഷിക്കും. നിന്റെ പ്രശ്നങ്ങൾക്ക് യേശു പരിഹാരം തരുമെന്നൊരു വാക്ക് പറഞ്ഞാൽ ആ വാക്കിനകത്ത് തന്നെ അനന്തമായ ശക്തിയുണ്ട്. യേശു എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അവന്റെ നമ്മുടെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിപ്പുകൊണ്ട് അവന് യേശു എന്ന് പേർ വിളിക്കണം. യേശു എന്ന വാക്കിനകത്ത് തന്നെ അനന്തമായ ഒരു ശക്തിയുണ്ട്. ആ ശക്തിയെ തിരിച്ചറിയാൻ കഴിയുന്നത് പൈശാചിക മണ്ഡലങ്ങൾക്കാ. അതാ യേശുവിന്റെ നാമത്തിൽ അധികാരത്തോടെ പറയുമ്പോൾ പിശാച് ഇളകിപ്പോകുന്നത് കണ്ടിട്ടില്ലേ? യേശുവിന്റെ നാമത്തിന്റെ ശക്തി എത്ര വലുതാ! തിരിച്ചറിയാൻ പറ്റുന്നില്ല മനുഷ്യന്. അവനെ പിശാച് ബന്ധിച്ചിരിക്കുക, ഹൃദയ കവാടങ്ങളെ അടച്ചിരിക്കുക. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളൊരു വാർത്ത കേട്ടല്ലോ. അഞ്ചൽ ഒരു സംഭവം ഉണ്ടായി വർഷങ്ങൾക്ക് മുമ്പ്, ഒരുപാട് വർഷമൊന്നും ആയിട്ടില്ല. ഞാൻ ഒരു ചിന്തയ്ക്ക് വേണ്ടി നിങ്ങളോട് പറയുക. സൂരജ് എന്ന് പറയുന്ന അരോഗത്തിടകാത്രനും സുന്ദരനുമായ ഒരു ഭർത്താവ്, സ്തോത്രം, ഹല്ലേലൂയ, തന്റെ ഭാര്യ ഉത്രജ എന്നൊരു പെൺകുട്ടിയെ മൂർഖം പാമ്പിനെയും കൊണ്ട് കടിപ്പിച്ചു എന്ന വാർത്ത കേട്ടവരെന്ന് കൈപൊക്കിയേ. ശബ്ദം എടുക്കാമോ? എടുത്തു. താങ്ക് യു. സ്വന്തം ഭാര്യയെ മൂർഖം പാമ്പിനെയും കൊണ്ട് കടിപ്പിച്ചു കൊന്ന വാർത്ത കേട്ടവരല്ലേ നമ്മളെല്ലാവരും, അല്ലേ? ഇത് സൊമാലിയയിലും ഉഗാണ്ടയിലും അല്ല നടന്നത്, ഈ പ്രബുദ്ധ കേരളത്തിലായി സംഭവിച്ചത്. ഞാൻ ചോദിക്കട്ടെ, ആ പാമ്പിന് എന്തെങ്കിലും ഒരു ദിവ്യത്വമോ ഒരു ആറാം ഇന്ദ്രിയമോ ഒരു ദിവ്യമായ ശക്തിയോ ഉണ്ടായിരുന്നെങ്കിൽ അവനിട്ടൊരു കടി കൊടുക്കണ്ടായിരുന്നു. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ആ പാമ്പിന് തിരിച്ചറിയാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ ഈ ദുഷ്ടനായവൻ ഒരു കടി കൊടുക്കണ്ടേ? പാമ്പും പട്ടിയും പന്നിയും പൂച്ചയും എലിയും കുരങ്ങും മുതലയും കോഴിയും ഒന്നും ദൈവമല്ല. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? ഞാൻ പറയുന്നതിന്റെ ആട് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇത് ഗ്രഹിക്കാൻ കർത്താവ് തന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുവേ നന്ദി അപ്പ. ആ പാമ്പിനൊന്നും തിരിച്ചറിയാൻ കഴിയത്തില്ല. ഞാൻ പറഞ്ഞു വന്ന മനസ്സിലായോ പ്രിയപ്പെട്ടവരെ? പാമ്പിന് എന്തെങ്കിലും ദിവ്യത്വം ഉണ്ടായിരുന്നെങ്കിൽ ഈ ദുഷ്ടനിട്ടൊരു കടി കൊടുക്കാൻ ഞാൻ എന്താ? വെറും ജന്തുവാ, ദൈവത്തിന്റെ സൃഷ്ടിയായതൊക്കെ. സ്തോത്രം. അതുകൊണ്ട് രവിചന്ദ്രന്മാരും ഒക്കെ എഴുന്നേൽക്കുന്നത്. അവർക്കിത് മനസ്സിലാക്കാൻ സാധിച്ചില്ല. യഹൂദന്മാർക്ക് ഇത് തിരിച്ചറിയാൻ പറ്റിയില്ല. സ്തോത്രം. വന്നത് മശീഹയാണെന്ന്, വന്നത് രക്ഷകനാണെന്ന് തിരിച്ചറിയാൻ അവർക്ക് സാധിച്ചില്ല. അതുകൊണ്ടാ കർത്താവ് ചോദിച്ചത്, സമൂഹം എന്നെ കുറിച്ച് എന്ത് പറയുന്നു? സമൂഹം പലതും പറയുന്നുണ്ട്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ചോദിച്ചാൽ പറയും, അദ്ദേഹം ഒരു നല്ല സാമൂഹ്യ നവോത്ഥാന പരിഷ്കർത്താവെന്ന് പറയും, നല്ലൊരു റബ്ബിയാന്ന് പറയും, ഗുരുവാന്ന് പറയും, അല്ലേ? 5 അപ്പത്തെ 5000 ആക്കിയ ഒരു മജീഷ്യനാന്ന് പറയും. അനേക മഹാന്മാരുടെ കൂട്ടത്തിൽ ഒരു മഹാനാണ് യേശു ക്രിസ്തു എന്ന് പറയുന്നവരുണ്ട്. അനേക ഫോട്ടോകളുടെ മുമ്പിൽ പണ്ട് ആരോ വരച്ച ഒരു ഫോട്ടോ വെച്ച് പൂജിക്കുന്നവരുമുണ്ട്. സ്തോത്രം. നമ്മുടെ കർത്താവിനെ പോലെ നിസ്തുല്യനായ ഒരു വ്യക്തിത്വത്തെ നമുക്ക് ലോകത്തിൽ കാണാൻ കഴിയില്ല. നമ്മുടെ കർത്താവിനെ പോലെ ജനിച്ച ഒരു വ്യക്തി ഈ ലോകത്തിലില്ല, ഇനിയൊട്ട് ജനിക്കത്തുമില്ല. നിസ്തുല്യമായ ജനനം. പ്രൈസ് ദി ലോർഡ്. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. ആ പ്രവചനത്തിന്റെ നിവൃത്തിയാ. സ്തോത്രം, ഹല്ലേലൂയ. ആ കന്യകമാരിൽ ഒരാളായ മറിയുടെ അടുക്കിലേക്ക് ദൈവത്തിന്റെ ദൂതൻ വന്നിട്ട് പറയാ, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. ചോദിച്ചു, ഇതെന്തൊരു വന്ദനമാ? സ്തോത്രം. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതിന്റെ ശക്തി നിന്റെ മേൽ നിഴലിടുമ്പോൾ നീ ഗർഭവതിയാവും, നിനക്കൊരു വിശുദ്ധ പ്രജ ലഭിക്കും. എത്ര ഭാഗ്യമുള്ള ഒരു ശ്രീരത്നമാ മറിയ. ഞങ്ങളൊക്കെ ബഹുമാനിക്കുന്നവരാ മറിയെ. സ്തോത്രം. കാരണം ഭൂമിയിൽ ഒരു മനുഷ്യനായി ജനിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട മാന്യ വ്യക്തിത്വമാണ് മറിയ. യേശുവിൻ്റെ ജനനം പോലെ ലോകത്തിൽ ഒരാളും ജനിച്ചിട്ടില്ല കേട്ടോ. ഈ ലോകത്തിൽ ജനിക്കുന്ന പലരും
ജനിച്ചതിന് ശേഷമാ പ്രശസ്തരും പ്രഗത്ഭരുമാകുന്നത്. ചിലരും മരണത്തോടു കൂടിയാ പ്രശസ്തരാകുന്നത്. എന്നാൽ ജനിക്കുന്നതിന് 700 വർഷങ്ങൾക്കപ്പുറം പ്രവാചകന്മാരാൽ എഴുതപ്പെട്ട പ്രവചനത്തിന്റെ നിവൃത്തി അല്ലേ? യെശയ്യാവിന്റെ പുസ്തകം 7:13-14 പറയുന്നുണ്ട്. യെശയ്യാവ് 9:6 പറയുന്നുണ്ട്, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, സമാധാനത്തിന്റെ പ്രഭു, നിത്യപിതാവ്. ഹല്ലേലൂയ. അപ്പൊ എന്റെ കണ്ണിനെ കർത്താവ് തുറന്നു. ലക്ഷക്കണക്കിന് രൂപ മുടക്കി, ആയിരക്കണക്കിന് കാലങ്ങൾ സന്ദർശിച്ച് ലോകത്തിലെ പ്രശസ്തരും പ്രഗത്ഭരുമായ ജ്യോതിഷന്മാർ അടുക്കൽ പോയി പലവരും കവടി നിരത്തി. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും കവടി നിരത്തിയിട്ട് ജ്യോത്സ്യന്മാർ പറയും, മകനെ ഉണ്ണികൃഷ്ണ, ശുക്രൻ നല്ല പൊസിഷനിലാണ് നിൽക്കുന്നത്, പക്ഷേ ശനി ഇത്തിരി വളഞ്ഞ് ചരിഞ്ഞ് നിൽക്കുന്നത് കൊണ്ടാണ് താൻ ഇത് അനുഭവിക്കുന്നത്. ഓരോ സ്ഥലത്ത് ചെന്ന് ഓരോ കർമ്മങ്ങൾ ചെയ്തിട്ട് ചെല്ലുമ്പോൾ ശനി നേരെയാകുമ്പോൾ ബുധൻ തിരിഞ്ഞു നിൽക്കും, ബുധനൊന്ന് നേരെയാകുമ്പോൾ വ്യാഴം ചരിഞ്ഞു നിൽക്കും. 38 വയസ്സ് വരെ ഇവരൊന്നും എൻ്റെ ജീവിതത്തിൽ ഒന്ന് നേരെ ആയിട്ടില്ല കേട്ടോ. എൻ്റെ പൈസ പാവപ്പെട്ട എൻ്റെ അമ്മ കടം വാങ്ങിച്ച പൈസ മുഴുവനും കൊണ്ടു കൊടുത്ത് അവരൊക്കെ ഇന്ന് നല്ല 2 നില വീടും BMW കാറിലൊക്കെ ഇന്ന് ജ്യോത്സ്യന്മാരും ഒക്കെ നടക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന് മുറുക്കാൻ വേണ്ട, ബീഡി വേണ്ട, ചാരായം വേണ്ട, കള്ള് വേണ്ട, കഞ്ചാവ് വേണ്ട. ചിലയിടത്ത് ചെന്നാൽ പൂര തെറി വിളിക്കണം. ആ ദൈവപ്രീതിക്ക് പൂര തെറി വിളിക്കണമെന്ന യേശുവേ, എത്ര വലിയ ഭാഗ്യമാണ് എനിക്ക് തന്നത്. ഞാൻ എൻ്റെ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചതിന് ശേഷമാ എൻ്റെ വായിലെ തെറിവിളി മാറിയത്. സ്തോത്രവും ഹല്ലേലൂയ എന്ന് വായിലൂടെ വരുന്നത്. പണം മുടക്കി കാലിലെ ചെരുപ്പ് തേഞ്ഞ് നഷ്ടപ്പെട്ട് തകർന്ന മനുഷ്യൻ നശിക്കുക. അച്ഛന്റെ കുടുംബത്തിന്റെ അവസ്ഥ, അമ്മയുടെ കുടുംബത്തിൽ 2 അവന്മാവന്മാർ ആത്മഹത്യ ചെയ്തു. ഒരമ്മാവൻ നാട് വിട്ടുപോയി. 2 വല്യമ്മച്ചിമാർ ക്യാൻസർ വന്നാ മരിച്ചത്. ഒരമ്മാവന്റെ മകൻ ഒരിക്കൽ വാഹനാപകടത്തിൽ പത്തനാപുരം പിടവൂർ വെച്ച് മരണമടഞ്ഞു. ആ അമ്മാവന്റെ ഇളയ മകൻ 5-6 വർഷം മുമ്പ് മദ്യത്തിനടിമയായി അവൻ ആത്മഹത്യ ചെയ്തു. അമ്മയുടെ കുടുംബത്തിന്റെ അവസ്ഥ. ഭാര്യയുടെ കുടുംബത്തിന്റെ പറയാം, അമ്മായപ്പൻ മുഴുത്ത മദ്യപാനിയായിരുന്നു. സുന്ദരനും സുമുഖനും അരോഗതടകാത്തനുമായിരുന്ന എൻ്റെ ഒരു അളിയൻ, എന്നെക്കാട്ടിൽ ഹൈറ്റ് ഉണ്ട്, നല്ല ഒത്ത പുരുഷത്വമുള്ള ശരീരം, അവൻ മദ്യത്തിന് അടിമയായിരുന്നു. അവന് വേണ്ടി ഞാനും എൻ്റെ ഭാര്യയുടെ അമ്മ ഞങ്ങൾ പോയി ഒത്തിരി നേർച്ചകളും കാഴ്ചകളും നടത്തി. അവൻ്റെ ഭാര്യ വീട്ടിൽ 3 പോറ്റിമാരെ വിളിച്ച് 9 ഹോമം ഒരു രാത്രി നടത്തി, നേരം വെളുക്കുന്നത് വരെ. കൃത്യം 1 മാസം കഴിഞ്ഞപ്പോൾ ആ ഹോമം നടന്ന വീട്ടിൽ അവൻ്റെ കിടപ്പുമുറിയിൽ ഫാനിൽ അവൻ തൂങ്ങി നിൽക്കുന്ന കാഴ്ച കണ്ടവനാ ഞാൻ. ജീവിതത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. എന്നെ രക്ഷിക്കാൻ കഴിയാത്ത, എനിക്ക് സമാധാനം നൽകാൻ കഴിയാത്ത പാരമ്പര്യത്തെക്കുറിച്ചുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. മുഴുത്ത കള്ളുകുടിയനായി 1.5 കോടി വില വരുന്ന വീടും സ്ഥലവും വീട്ടിലെ TV വരെ വിട്ട് കള്ളു കുടിച്ചവനാ ഞാൻ. വെറുതെ പറയല്ല പ്രിയപ്പെട്ടവരെ, ഈ സാക്ഷ്യം അനേകർ കേൾക്കുന്നതാ. 20 വർഷം മുമ്പ് 10,000 രൂപയ്ക്ക് വാങ്ങിച്ച LG TV കള്ളു കുടിക്കാൻ പൈസ ഇല്ലാഞ്ഞിട്ട് 2,000 രൂപയ്ക്ക് വിറ്റപ്പോൾ ആ TV വാങ്ങിക്കാൻ ആള് വന്നപ്പോൾ എൻ്റെ അമ്മ മോനേന്നൊരു വിളി വിളിച്ചു. അമ്മ ഒത്തിരി കഷ്ടം അനുഭവിച്ച. ഇന്നും എൻ്റെ അമ്മ കഷ്ടത്തിലൂടെ പോകുന്നു. ഒത്തിരി വേദനകളും ഒത്തിരി പരിഹാസങ്ങളും ഒത്തിരി അപമാനങ്ങളും ഒത്തിരി നിന്ദകളും ശാപവാക്കുകളും കേട്ട്, കണ്ടവരും നിന്നവരും കേട്ടവരും അറിഞ്ഞവരും പറഞ്ഞു, ഉണ്ണികൃഷ്ണൻ ഒരിക്കലും ഗതി പിടിക്കത്തില്ലെന്നും. 25-ൽ പരം ജോലികൾ ചെയ്തു. 2 പ്രാവശ്യം ഗൾഫിൽ പോയി.
കൈവച്ച മേഖല മുഴുവനും തകർന്നു. വിളക്കുടി പഞ്ചായത്തിൽ എന്നെ പോലെ തകർന്ന ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ ഞാൻ പറയും. കല്യാണം കഴിച്ചാൽ രക്ഷപ്പെടുമെന്നുള്ള ഒരു തത്വശാസ്ത്രം നമ്മുടെ ഇടയിൽ ഉണ്ടല്ലോ. അങ്ങനെ കല്യാണം കഴിച്ചു. എൻ്റെ ഭാര്യ ആയതുകൊണ്ട് എന്നെ സഹിച്ചു എന്ന് വേണേ പറയാം. മദ്യപിച്ച് മതോന്മത്തനായി വന്ന ക്രൂര സ്വഭാവം ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് മൃഗീയമായി ഇടിക്കുന്ന സ്വഭാവം, കയ്യിലിരിക്കുന്നത് എറിഞ്ഞു പൊട്ടിക്കുന്ന സ്വഭാവം, ആർക്കും കീഴടങ്ങാത്ത സ്വഭാവം, എല്ലാം തകർന്ന് തരിപ്പണമായി. പൂർവികന്മാർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടും സ്ഥലവും താമസിച്ച ഭൂമി ബ്രാഹ്മണ ശാപമുള്ളതാണെന്ന് ആരോ പറഞ്ഞപ്പോൾ അത് വിറ്റു. ഒരു കെട്ട് നോട്ടുമായി പുനലൂരിൽ ഇറങ്ങും. ബാറിലും ബിവറേജിലും കള്ള് ഷാപ്പിലും വാറ്റുചാരായ കേന്ദ്രങ്ങളിലും കയറി രാത്രിയുടെ യാമങ്ങളിൽ ഉറയ്ക്കാത്ത കാലുകളുമായി ഒരു ഭ്രാന്തനെ പോലെ വന്ന് കട്ടിലിൽ കിടക്കും. ചിലപ്പോൾ രാവിലെ തറയിൽ നിന്നായിരിക്കും എഴുന്നേൽക്കുന്നത്. ഇത്തിരി വേദനയുണ്ട് പ്രിയപ്പെട്ടവരെ. ഞാൻ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരാതെ എനിക്ക് സാക്ഷ്യം പറയാൻ സാധിക്കുകയില്ല. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു. എനിക്ക് എന്നോട് തന്നെയുള്ള വിശ്വാസം നഷ്ടപ്പെട്ടപ്പോൾ ഞാനോ രക്ഷപ്പെടത്തില്ല, പിന്നെ അയൽപക്കങ്ങളെല്ലാം ഞാൻ ഉപദ്രവിക്കാൻ തുടങ്ങി. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്ന് പറയാൻ പറ്റാത്ത സാഡിസ്റ്റ് സ്വഭാവത്തിൽ നടന്നവനാ ഞാൻ. സുവിശേഷത്തെ എതിർത്തു, കളിയാക്കി പാടി. യേശു നല്ലവൻ, നല്ല മീശയുള്ളവൻ, നല്ല താടിയുള്ളവൻ എന്ന് പാടിയിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട്. ദൈവത്തോട് സംസാരിക്കുന്ന ഭാഷയായ അന്യഭാഷ പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട്. പച്ചത്തെറി മാത്രമായിരുന്നു എൻ്റെ നാവിൽ നിന്ന് പുറത്തു വരുന്നത്. നിങ്ങൾ ഇന്ന് കാണുന്ന ഒരു രൂപമല്ല എൻ്റെത്. സ്തോത്രം. സുവിശേഷം കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കേട്ടിട്ടുണ്ട്. ഞാൻ പുനലൂർ ജനിച്ചു വളർന്ന ആളാ. ഏറ്റവും കൂടുതൽ പെന്തക്കോസ്ത് സഭകളും വിശ്വാസികളും ഉള്ളത് പുനലൂരാ. റാന്നിയൊക്കെ കഴിഞ്ഞാൽ, കുമ്പനാട് കഴിഞ്ഞാൽ പുനലൂരാ. എനിക്ക് യേശുവിനെ വേണ്ട. എനിക്കെന്തിനാ യേശു? സ്തോത്രം. 33 ദേവഗണങ്ങളും ഭൂതഗണങ്ങളും ഉപാസനാമൂർത്തികളും സങ്കല്പശക്തികളും അഷ്ടദിക്പാലകന്മാരും ഒക്കെയായി ഭൂതപ്രേത പിശാചുക്കളെയൊക്കെ ആരാധിക്കുന്ന എനിക്ക് യേശുവിനെ എന്തിനാ? സുവിശേഷത്തെ എനിക്ക് പുച്ഛമായിരുന്നു. പുച്ഛം. പുറങ്കാല് കൊണ്ട് ചവിട്ടി എറിഞ്ഞു. വീട്ടിൽ സുവിശേഷം പറയാൻ വരുന്നവരെ കളിയാക്കി ഇറക്കി വിട്ടു. സുവിശേഷം ഞാൻ കേട്ടിട്ടുണ്ട്, സുവിശേഷം കേട്ടിട്ടുണ്ട്. പുതിയ നിയമം ഒരിക്കൽ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു. ഞാൻ നോക്കിയപ്പം ചെറിയ അക്ഷരം വായിക്കാൻ നോക്കി, ഒന്നും മനസ്സിലാകുന്നില്ല. അത് മാറ്റിക്കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ വീടിൻ്റെ അടുത്തൊരു കത്തോലിക്ക പള്ളി ഉണ്ടായിരുന്നു. കത്തോലിക്ക പള്ളി ഒരു മലയുടെ കുന്നിൻ്റെ മുകളിൽ. അവിടെ പെരുന്നാൾ സമയത്താണോ ക്രിസ്മസ് സമയത്തിനൊക്കെ നല്ല മനോഹരമായ ഗാനങ്ങൾ അവിടെ ഉച്ചഭാഷയിലൂടെ പുറത്തു വരുമെന്ന്. അന്ന് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ജീവിതത്തിൻ്റെ തകർച്ചയിൽ കേട്ടൊരു പാട്ടുണ്ട്. ഗാഗുൽത്ത മലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ, ഏവമെന്നെ ക്രൂശിലേറ്റുവാ, അപരാധമെന്തു ഞാൻ ചെയ്തു, ഏവമെന്നെ ക്രൂശിലേറ്റുവാ, അപരാധ എന്തു ഞാൻ ചെയ്തു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, സത്യമായിട്ട് നിങ്ങളോട് ഞാൻ പറയാം, ഈ പാട്ടിൻ്റെ രണ്ടാമത്തെ വരികൾ എൻ്റെ ഹൃദയത്തെ പിടിച്ചുലച്ചു. സുവിശേഷ വിരോധിയായി ജീവിക്കുമ്പോഴും ആ പാട്ടിനകത്ത് ജീവനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പൊ പറയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ നിറയപ്പെടുക. ആ പാട്ടിന്റെ വരികളിലെ ജീവൻ തുടിക്കുന്നത് ഞാൻ അറിഞ്ഞു. ഓ, എത്ര ദൈവത്തിന്റെ ആത്മാവ്! ഏതോ കത്തോലിക്കലെ അച്ഛന്മാരും ആരോ എഴുതിയൊരു പാട്ടാ. ജീവൻ തുടിക്കുന്ന ഗാനം എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു. ഞാൻ വികാരാധീനനായ ആ പാട്ടിങ്ങനെ പാടും. ഏവമെന്നെ ക്രൂശിലേറ്റുവാ, അപരാധ എന്തു ഞാൻ ചെയ്തു.
കേൾക്കുന്നത് പ്രിയപ്പെട്ടവരെ, ദേശനിവാസികളെ, ഈ സോഷ്യൽ മീഡിയയിലൂടെ എന്നെ ശ്രദ്ധിക്കുന്നവരെ, കർത്താവായ യേശു ക്രിസ്തു മാനകുലത്തിന് വേണ്ടി കാൽവറി ക്രൂശിൽ 2 കള്ളന്മാരുടെ നടുവിൽ പാപപരിഹാര യാഗമായി തീർന്നു. യേശുവിനെ പഠിച്ചവര്, യേശുവിനെ കുറിച്ച് മനസ്സിലാക്കിയവർ പറഞ്ഞു, യേശുവിനെ വിസ്തരിച്ച പിലാത്തോസ് പറഞ്ഞു, ഇവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല. 30 വെള്ളിക്കാശിന് കർത്താവിനെ ഒറ്റിക്കൊടുത്ത യൂദ പറഞ്ഞു, കുറ്റമില്ലാത്ത രക്തത്തെ ഞാൻ കാണിച്ചു കൊടുത്തു. ക്രൂശിൽ കിടന്ന കള്ളൻ പറഞ്ഞു, ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. മാനവ സമൂഹത്തിലെ നീചവും നിന്ദ്യവും നികൃഷ്ടവും ലജ്ജാകരവുമായ ക്രൂശീകരണം യേശു ക്രിസ്തു ഏറ്റെടുത്തു. ക്രൂശിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ. നമുക്ക് വേണ്ടി യേശു ക്രിസ്തു ശാപമായി തീർന്നു. മാനവകുലത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ നീചവും നിന്ദവും നികൃഷ്ടമായ ക്രൂശീകരണം യേശു ക്രിസ്തു ഏറ്റെടുത്തു. റോമൻ സാമ്രാജ്യത്തിന്റെ ചാട്ടവാറടികൾ ഏറ്റുവാങ്ങി 2 കള്ളന്മാരുടെ നടുവിൽ കർത്താവായ യേശു ക്രിസ്തു ഇറച്ചിക്കടയിൽ ഒരു ഇറച്ചി കഷ്ണം തൂങ്ങിക്കിടക്കുന്നത് പോലെ ദാ തൂങ്ങിക്കിടക്കുന്നു. എന്നെ കേൾക്കുന്ന സമൂഹമേ, എന്നെ കേൾക്കുന്ന ദേശനിവാസികളെ, ക്രൂശിതനായ യേശുവിനെ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നുണ്ടോ? ആ ശരീരത്തിൽ നിന്ന് ഇറ്റിറ്റ് വീഴുന്ന രക്തത്തുള്ളികൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ആ രക്തത്തുള്ളികൾ നിങ്ങളുടെയും പാപത്തിന് വേണ്ടിയാണ് ചൊരിഞ്ഞത്. യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തം. ഈ ലോകത്തിലെ, ഭാരതത്തിലെ ഏത് പുണ്യ പുരാതന പാവന നദികളായ സിന്ധുവിലോ ഗംഗയിലോ ബ്രഹ്മപുത്രയിലോ സരയുവിലോ പോയി നൂറ്റാണ്ടുകൾ മുങ്ങിക്കുളിച്ചാലും പാപത്തിന്റെ കറകളെ കഴുകുവാൻ അതൊന്നും പര്യാപ്തമല്ല. നിങ്ങളുടെ പാപങ്ങൾ എത്ര കടുംചുവപ്പാണെങ്കിലും നീതിമാന്റെ രക്തം, നിർമ്മല രക്തം, പരിശുദ്ധ രക്തം, പാവന രക്തം, ഹാബേലിന്റെ രക്തത്തെക്കാട്ടിൽ ഗുണകരമായി സംസാരിക്കുന്ന ആ പുണ്യാഹ രക്തം, ആ രക്തത്തിന് മാത്രമേ മാനകുലത്തിന്റെ പാപങ്ങളെ കഴുകിക്കളയാൻ കഴിയൂ. പ്രിയപ്പെട്ടവരെ, ഭാവികളിൽ ഒന്നാമനായിരുന്ന ഉണ്ണികൃഷ്ണൻ എല്ലാം തകർന്ന് തരിപ്പണമായി, ജീവിതത്തിന്റെ പ്രതീക്ഷകൾ അസ്തമിച്ചവൻ, സുവിശേഷത്തെ വെറുത്തവൻ, ഗൾഫിൽ വെച്ച് ഞാനും ഭാര്യയും കൂടെ ഒരു പ്രാർത്ഥനയ്ക്ക് കടന്നുപോയി. അന്ന് കല്യാണം കഴിച്ച് 4 വർഷം കഴിഞ്ഞിട്ടും മക്കളില്ലാതിരുന്ന ഞങ്ങൾ വിശ്വാസത്തോടെ അവസാനത്തെ കച്ചിത്തുരുമ്പായ ആ പ്രാർത്ഥനയ്ക്ക് കടന്നു പോകേണ്ടി വന്നു. ഇല്ലെങ്കിൽ ദൈവം കൊണ്ടുപോയി. ആ പ്രാർത്ഥന കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ പ്രഗ്നൻസി ആണെന്ന് അറിയാൻ സാധിച്ചു. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, കർത്താവായ യേശു ക്രിസ്തു പ്രാർത്ഥന കേൾക്കുന്നവൻ മാത്രമല്ല, പ്രാർത്ഥനയ്ക്ക് മറുപടി തരാൻ കഴിയുന്ന സർവശക്തനാണ് അവൻ. അതുകൊണ്ടാണ് ഉൽപ്പത്തി 17 അബ്രഹാം എന്ന മനുഷ്യനോട് പറഞ്ഞത്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. മരിച്ചതിനെ ഉയർപ്പിക്കാൻ കഴിയുന്നവൻ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ കഴിയുന്നവൻ, മരിച്ച ലാസറിനെ ഉയർപ്പിച്ചവൻ, പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയവൻ, പ്രകൃതി മേലും പ്രപഞ്ചത്തിന്റെ മേലും മരണത്തിന്റെ മേലും പാപത്തിന്റെ മേലുമെല്ലാം അധികാരമുള്ളവൻ. സ്തോത്രം. നീ സന്ദേണ്ടാൽ എവിടോ കിടന്ന ഉണ്ണികൃഷ്ണനെ സുവിശേഷത്തിന്റെ വക്താവാക്കി ദേശത്ത് കൊണ്ടുവന്നത് കൂടപ്പിറപ്പേ, മാതാപിതാക്കളെ, നിങ്ങൾക്ക് വേണ്ടിയാ. ഇന്നാണ് സുപ്രസാദ കാലം, ഇന്നാണ് രക്ഷാദിവസം. അല്ലേ? മരണത്തിന്റെ കരാളകസ്തങ്ങൾ വന്ന് തോളിൽ തട്ടുന്നതിന് മുമ്പ് ലോകരക്ഷകനായ, പാപപരിഹാരകനായ, പാപമോചനം നൽകുന്ന യേശു ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച്
നീതിക്കായി വായ്കൊണ്ട് ഏറ്റുപറഞ്ഞാൽ ഇന്ന് രക്ഷിക്കപ്പെടുന്ന ദിവസമാ. ഇത് വിശ്വാസത്താലായി രക്ഷ. കർമ്മകാണ്ഡങ്ങളിലൂടെ 38 വർഷം സഞ്ചരിച്ചു. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു. ഗൾഫിൽ വെച്ച് ദൈവത്തിന്റെ ആത്മാവ് എന്നിൽ വന്ന് ശക്തമായി ഇടപെട്ടു. UAE എന്ന് പറഞ്ഞൊരു രാജ്യത്ത് തകർന്നവനായി മദ്യക്കുപ്പികളുടെ നടുവിലിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തമായ ഇടപെടലുണ്ടായപ്പോൾ ഞാൻ അവിടെ ആ റൂമിൽ വെച്ച് പാരമ്പര്യം എന്നേക്കുമായി ഉപേക്ഷിക്കാനും യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കാനും തീരുമാനമെടുത്തു. അവിടെ വെച്ച് ഞാൻ പുനലൂരിലുള്ള ഒരു സഹോദരനെ വിളിച്ചു പറഞ്ഞു എനിക്കൊരു പാസ്റ്ററെ പരിചയപ്പെടുത്തണം. അങ്ങനെ ആ പാസ്റ്ററെ പരിചയപ്പെടുത്തി. അനുഗ്രഹീതനായ സ്നേഹമുള്ളൊരു മനുഷ്യൻ, പുനലൂർ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിലെ പാസ്റ്റർ തോമസ് യോഹന്നാൻ എന്ന OT ജോൺസൺ പാസ്റ്ററിന്റെ കൈകീഴിൽ 2/4/2016 പുനലൂർ കല്ലടയാറ്റിൽ വിശ്വാസ സ്നാനം എന്ന ദൈവകൽപ്പന സ്വീകരിക്കാൻ നിങ്ങളെപ്പോലെ എനിക്കും ഭാഗ്യമുണ്ടായി. ബാപ്റ്റിസം യേശു കർത്താവ് യോഹന്നാൻ സ്നാപകന്റെ കൈകീഴിൽ യോർദാൻ നദിയിൽ നമുക്ക് മാതൃക കാണിച്ച അതേ വിശ്വാസ സ്നാനം. ആ സ്നാനം സ്വീകരിച്ച് ഞാൻ വെള്ളത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്ക് മാറ്റം വന്നെന്നു. ഞാൻ പൊട്ടിക്കരയാൻ തുടങ്ങി. കൊടും ക്രൂരനായിരുന്ന ഉണ്ണികൃഷ്ണൻ ധാരധാരയായി കരയാൻ തുടങ്ങി. മണിക്കൂറുകൾ ഞാൻ കരഞ്ഞു. പഴയ പാപത്തെക്കുറിച്ച് എനിക്ക് ഓർമ്മ വന്നു. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്ന പരിശുദ്ധാത്മാവ് എന്നിൽ വന്നു. ഞാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വേദനിപ്പിച്ച ക്രിസ്ത്യാനികളുടെ വീടുകളിൽ പോയി, മാർത്തോമക്കാരന്റെ വീട്ടിൽ പോയി, പെന്തക്കോസ്തുകാരന്റെ വീട്ടിൽ പോയി, കത്തോലിക്കന്റെ വീട്ടിൽ പോയി. എന്നോട് ക്ഷമിക്കണം, ഞാൻ അവരോട് മാപ്പ് പറഞ്ഞു. ഞാൻ പഴയ ഉണ്ണികൃഷ്ണനല്ല, ഞാൻ പുതിയ സൃഷ്ടിയായി. 2 കൊരിന്ത്യർ 5:17 പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി തീർന്നു, ഇതാ പഴയത് കഴിഞ്ഞുപോയി. എന്നെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എന്റെ മദ്യപാനം, സിഗരറ്റ് വലി, തമ്പാക്ക്, പാൻപരാഗ്, എന്റെ ദുശീലങ്ങൾ, എന്റെ തെരുവിളി എല്ലാം മാറി എന്നെ ഒരു വിശുദ്ധനാക്കി തീർത്തു. ദൈവത്തിന് മഹത്വം. എന്നെ ഒരു നിഷ്കളങ്കനാക്കി തീർത്തു. പക്ഷെ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി. കയറിക്കിടക്കാൻ ഇടമില്ലാതെ ചർച്ചകളിൽ കിടന്നു. സെക്യൂരിറ്റിയുടെ പണി ചെയ്തു. നിന്ദകൾ, പരിഹാസങ്ങൾ, അപമാനങ്ങൾ, കൊന്നുകളയാൻ ശത്രു പദ്ധതി പല സ്ഥലങ്ങളിൽ വെച്ചിട്ടു. എത്രയെത്ര വാഹനാപകടങ്ങൾ. കഴിക്കുന്ന ആഹാരത്തിൽ വിഷം കലക്കി കൊന്ന് നശിപ്പിക്കാൻ പദ്ധതിയിട്ടിടത്തുനിന്ന് തന്നെ കർത്താവ് രക്ഷിച്ചു. പക്ഷെ ദൈവസ്നേഹം ഞാൻ രുചിച്ചറിയാൻ തുടങ്ങി. ബൈബിൾ വായിക്കാൻ തുടങ്ങി. സത്യം ദൈവം എന്നെ വെളിപ്പെടുത്തി. പെന്തക്കോസ്ത് കൂട്ടായ്മയ്ക്ക് പോയി ഉപവസിക്കാൻ തുടങ്ങി. ഒരു ഉപവാസ പ്രാർത്ഥനയിൽ എന്റെ വയറ്റിൽ നിന്ന് കൈവിഷമെന്ന് പറയുന്ന പോയിസൺ ഛർദ്ദിച്ചു പുറത്തുപോയി. എന്റെ ഭാര്യ വീട്ടിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ട് കിടക്കുമ്പോ പ്രഭാതത്തിൽ നല്ല ഗാഠനിദ്രയിൽ ഒരു ശബ്ദം കേട്ട് ഞാൻ ഞെട്ടി ഉണർന്നു. കുഞ്ഞേ, മകനേ എന്ന യേശു കർത്താവിന്റെ സ്നേഹമസൃണമായ ശബ്ദം. ഒരിക്കൽ ഞാൻ ഉച്ചയ്ക്ക് കിടന്നുറങ്ങുമ്പോൾ ഞാനൊരു ദർശനം കണ്ടു. ആകാശത്തിൽ നിന്നൊരു വെളിച്ചം എന്നിലേക്ക് ഇറങ്ങി വരുന്നത്. അവിടുത്തെ ആത്മാവിനാൽ എന്നെ നിറച്ചുകൊണ്ടേയിരുന്നു. ബൈബിളിനെ കുറിച്ച് ABCD അറിയാത്ത, അന്തർമുഖനായിരുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിൽ നേരിട്ട് നിൽക്കാൻ ത്രാണിയില്ലാതിരുന്ന എന്നെ ദൈവത്തിന്റെ ആത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ ആയിരക്കണക്കിന് കവലകളിൽ കർത്താവ് നിർത്തി. സ്തോത്രം, ദൈവത്തിന് മഹത്വം. ആയിരക്കണക്കിന് കവലകളിൽ നിർത്തി സുവിശേഷ വിരോധിയായിരുന്ന എന്നെ കൊണ്ട് കർത്താവ് പറയിച്ചു, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല. ഒറ്റ നാമം, യേശു ക്രിസ്തു എന്ന നാമം മാത്രം. എന്റെ കഴിവോ മിടുക്കോ അല്ല പ്രിയപ്പെട്ടവരെ. ആർക്കും വേണ്ടാത്തവനെ യേശുവിന് വേണം.
സമൂഹം തള്ളിക്കളഞ്ഞവനെ, തിരസ്കരിച്ചവനെ, അല്ലേ? ഇന്ന് ആരെങ്കിലും വേദനയോടെ ആയിരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ പൂർണ്ണമായും നിങ്ങൾ കർത്താവിന് വേണ്ടി ഒന്ന് സമർപ്പിക്കാമോ? യേശുവേ, എനിക്ക് യേശു കർത്താവിന് വേണ്ടി ജീവിക്കണം. എനിക്ക് യേശു കർത്താവിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യണം. എനിക്ക് വേണ്ടത്ര വിദ്യാഭ്യാസമോ കഴിവോ ജ്ഞാനമോ പ്രസംഗശാസ്ത്രമോ ഒന്നും അറിയില്ല. എനിക്കൊന്നും അറിയില്ല. ആ ഒരു തിരിച്ചറിവ് മാത്രമേ ഉള്ളൂ. എനിക്ക് പ്രസംഗശാസ്ത്രം അറിയില്ല, വ്യാഖ്യാനശാസ്ത്രം അറിയില്ല, ഒന്നും അറിയത്തില്ല എനിക്ക്. ദൈവത്തിൻ്റെ കൃപയാത്ര. ഒന്നും പുകഴുവാനില്ല പ്രിയപ്പെട്ടവരെ. അവിടുത്തെ പാദപീഠത്തിൽ മുട്ടുകുത്തുക. സ്തോത്രം, ഹല്ലേലൂയ. അവിടുത്തെ കൃപയല്ലാതെ ഒന്നുമില്ല. മനസ്സിലായോ? ഭയമാണ് എനിക്ക്, ഭയം. കാരണം അത്ര മഹത്തരമായ ഒരു രക്ഷയാണ് എനിക്ക് തന്നത് കർത്താവ്. എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണാൻ തുടങ്ങി. നിങ്ങൾ ഒരുപക്ഷെ വിശ്വസിക്കുമോ എന്ന് തന്നെ അറിയത്തില്ല. ഈ പുത്തൂരുകാരനായിരുന്ന അരുൺ മാത്യു എന്ന പാസ്റ്റർ ഒരിക്കൽ ഞാനൊരു ഉപവാസ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ, നിങ്ങളുടെ വീട്ടിൽ ഒരു അത്ഭുതം നടക്കും. ഞാനത് മൈൻഡ് ചെയ്തില്ല. പക്ഷേ എൻ്റെ ഭാര്യ വീട്ടിൽ ആളിക്കത്തുന്ന അഗ്നിയായി ആക്ഷരികമായി ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്നത് എൻ്റെ ഭാര്യ വീട്ടുകാർ കണ്ടു. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. മനുഷ്യബുദ്ധിക്ക് അസാധാരണമായ കാര്യങ്ങൾ. ഉപവാസ പ്രാർത്ഥനയിൽ ഒരു 21 ദിവസം ഉപവാസം ഇരിക്കുമ്പോൾ ഒരു വ്യക്തിയിലൂടെ സാത്താൻ നേരിട്ട് വന്ന് യുദ്ധം നടത്തി. ഉപവാസത്തിൽ നിന്ന് എന്നെ പിൻവാങ്ങാൻ ഒത്തിരി ശ്രമിച്ചു. രാത്രിയുടെ യാമങ്ങളിൽ ഗാഠനിദ്രയിൽ കർത്താവ് ആ വ്യക്തിയുടെ നെറ്റിയിലെയും കയ്യിലെയും മുദ്ര എന്നെ കാണിച്ചിട്ട് പറഞ്ഞു, മോനെ, അവൻ തന്ത്രശാലിയെ, അവനെ വിശ്വസിക്കരുതെന്ന്. ഞാൻ നിൽക്കുന്നത് ദൈവസന്നിധിയിലാണ്. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി എവിടെ നടക്കാൻ പോകുന്നോ അവിടെ എതിർപ്പുകൾ ഉണ്ടാവും. ആ എതിർപ്പുകളുടെ മധ്യേ പ്രാർത്ഥനയാലും ഉപവാസത്താലും ജയിച്ച ദൈവശക്തിയാൽ നമ്മൾ പുറപ്പെടണം. സുവിശേഷത്തെ തടയിടാനൊക്കെ പലരും നോക്കുന്നുണ്ട്. നെവർ, സാധ്യമല്ല. കാരണം സുവിശേഷം മാനുഷികമല്ല. സ്വതന്ത്രം ഭാരതത്തെ സുവിശേഷം പിടിച്ചടക്കാൻ പോകുക. വലിയൊരു ഉണർവിന്റെ കാലങ്ങൾ വിദൂരമല്ലെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാർക്ക് ദൈവം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിന്റെ ലക്ഷണങ്ങൾ ലോകത്തിൽ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ നിമിഷം വരെ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ദൈവകൽപ്പനയാകുന്ന വിശ്വാസ സ്നാനം സ്വീകരിക്കാത്തവരുണ്ടെങ്കിൽ, ദൈവമക്കളെ, ഞാനൊരു കാര്യം നാട്ടുകാരെ പറയാം. പെന്തക്കോസിൽ ചേരാനല്ല സ്നാനപ്പെടുന്നത്. യേശു ക്രിസ്തുവിന്റെ മരണപുനരുത്ഥാനത്തോട് ഏകീഭവിക്കാനാ സ്നാനം. ജഡത്തിന്റെ അഴുക്ക് കളയുന്ന ഒരു പ്രവൃത്തി അല്ല സ്നാനം. ദൈവത്തോടൊരു നല്ല മനസാക്ഷി നമുക്ക് വേണമെങ്കിൽ സ്നാനപ്പെടണം, ബാപ്റ്റിസം സ്വീകരിക്കണം. അതുകൊണ്ടാ മാർക്കോസ് 16:16 പറഞ്ഞ്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാത്തവരെ വിശുദ്ധ ബൈബിൾ സ്തോത്രം 1 യോഹന്നാൻ 2:4 വിളിച്ചിരിക്കുന്നത് കള്ളനെന്നാണ്. ദൈവകൽപ്പന അനുസരിക്കാൻ നിയോഗങ്ങൾ ദൈവം തരുമ്പോ അതിൽ നിന്ന് ഒഴിവുള്ളവരായി ഡിസംബർ 25-ന് കള്ളു കുടിക്കുന്ന ഏതെങ്കിലും ക്രിസ്ത്യാനി എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ സഞ്ചരിക്കുന്നത് നാശത്തിന്റെ പാതയിലൂടെ. മദ്യപാനികൾ ഒരിക്കലും സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അങ്ങനെയെങ്കിൽ ഈ ശബ്ദപരിധിയിൽ ഈ നിമിഷം വരെ യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ദൈവകൽപ്പനയാകുന്ന സ്നാനം അത് ദൈവകൽപ്പനയാണ്, സത്യമാണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ, ദൈവസഭയോട് ചേരുവാൻ ആഗ്രഹിച്ചിട്ടും ആരെങ്കിലും വിലങ്ങുതടിയായി നിൽക്കുന്നെങ്കിൽ, സഹോദര സഹോദരി, കർത്താവായ യേശു ക്രിസ്തു ഞങ്ങളെ പ്രതിനിധികളായിട്ട് ഈ ദേശത്ത് അയച്ച് ഞങ്ങളിലൂടെ സംസാരിക്കുക. നിന്റെ മർക്കടമുഷ്ടി മാറ്റിവെച്ച് നിനക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി ചങ്കിലെ അവസാനത്തുള്ളി രക്തം വരെയും ഊറ്റിക്കൊടുത്ത അവിടം കൊണ്ട് യേശു അവസാനിച്ചില്ല. അരിമത്യക്കാരൻ യോസെഫിന്റെ
കല്ലറകളെ തുറന്നുകൊണ്ട് മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ് വീണ്ടും വരാമെന്ന് ഉറച്ച വാഗ്ദത്തം ചെയ്ത ആ യേശു ക്രിസ്തു വരാൻ സമയമായി. കാലം അതിന്റെ അന്ത്യത്തിൽ എത്തി നിൽക്കുന്നു. ഈ രക്ഷയെ തള്ളിക്കളയല്ലേ പ്രിയപ്പെട്ടവരെ. നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നെങ്കിൽ സുവിശേഷം അനുസരിക്കാത്തവരുടെ അഭക്തന്റെ ഗതി എന്താകുമെന്ന് ബൈബിൾ പറയുക. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏത് മനുഷ്യനെയും തീ പൊയ്കയിൽ തള്ളിയിടും. വെളിപ്പാട് 21:8 പറയുന്നുണ്ട്, എന്നാൽ അവിശ്വാസികൾ, അരയ്ക്കപ്പെട്ടവർ, ബിംബാരാധികൾ, ക്ഷുദ്രക്കാർ, ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്കയത്രേ. ദൈവമക്കളോട് എനിക്ക് പറയാനുള്ളത്, ജീവിതത്തിൽ എന്തെങ്കിലും പോരായ്മകളോ കുറവോ വന്നിട്ടുണ്ടെങ്കിൽ ഉപേക്ഷിക്കേണ്ട സ്വഭാവത്തെ ഉപേക്ഷിച്ച് കൂടുതൽ വിശുദ്ധിയിലേക്ക് നമ്മൾ പ്രയത്നിക്കണം. ശുദ്ധീകരണം കൂടാതെ ആർക്കും നമ്മുടെ കർത്താവിനെ കാണാൻ സാധിക്കുകയില്ല. കാരണം ഇന്നീ കാണുന്നതൊക്കെ നശ്വരമാണ്. ചൂള പോലെ കത്തുന്നൊരു ദിവസം വരും. അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്ടന്മാരും താളടിയാകും. വരുവാനുള്ള ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ സകല ദുഷ്ടന്മാരെയും നശിപ്പിച്ചു കളയുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യാം. എന്നാൽ എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യനാകുന്ന യേശു ക്രിസ്തു രോഗോപശാന്തിയോടുകൂടി ഉദിക്കും. നിങ്ങൾ തൊഴുത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന പൈക്കിടാങ്ങലെ പോലെ തുള്ളിക്കളിക്കും. ലോകാവസാനത്തിൽ മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയക്കും. അവർ അവന്റെ രാജ്യത്ത് നിന്ന് സകല ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീച്ചുളയിലിട്ട് കളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. എന്നാൽ നീതിമാൻ തന്റെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. കണ്ണുനീരില്ലാത്ത, മുറവിളിയില്ലാത്ത, വേദനയില്ലാത്ത ഒരു ലോകത്തിലേക്കാ പ്രിയപ്പെട്ടവരെ നമ്മൾ പോകുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോടുകൂടെ ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടാൻ സമയമായി. ഈ സുവർണാവസരം തട്ടിക്കളയാതെ ഈ കുടുംബവുമായി ബന്ധപ്പെട്ട ആരെങ്കിലും, ഈ ശബ്ദസീമയിൽ ആരെങ്കിലും, എന്നെ കേൾക്കുന്ന ഈ കാറ്ററിംഗ് സർവീസുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന സഹോദരന്മാരിൽ ആരെങ്കിലും യേശുക്രിസ്തു എന്ന രക്ഷകനെ ഇന്ന് വരെ സ്വീകരിക്കാത്തവരാണെങ്കിൽ, സഹോദര, സഹോദരി, ഞങ്ങൾ ഈ പ്രസംഗിച്ചതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത് മരണത്തിന് ശേഷമാണ്. മരണത്തിന് ശേഷം ഒരു ബസ്ബുർഖാനയും ഇല്ല കേട്ടോ. ഇബ്രാഹിം ലേഖനം 9:27 പറയുന്നു, ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധി മനുഷ്യർക്ക് നിയമിച്ചിരിക്കുക. മരിച്ചതിന് ശേഷം ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ഒരു വാഴവിത്ത് നട്ട് വളമിട്ട് വലുതാക്കി അതിന്റെ കൊല വെട്ടിയതിന് ശേഷം വാഴപ്പിണ്ടിക്ക് വളമിടുന്നതിന് തുല്യമാ. അച്ഛനും അപ്പൂപ്പനും വേണ്ടി തിരുമുല്ല വാരത്തും വർക്കല പാവനാശത്തും ആസ്തി ഒഴുകിയ ഒരാളായാൽ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചതിന് ശേഷം എന്നേക്കുമായി അതെല്ലാം ഉപേക്ഷിച്ചു. ഇന്ന് ദൈവത്തിന്റെ കൃപയാൽ ഈ നിമിഷം വരെ എനിക്കൊരു പ്രത്യാശയുണ്ട്. ഇപ്പോൾ മരിച്ചാൽ എന്റെ കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ ചെല്ലും. ആ പ്രത്യാശയുള്ള ദൈവജനം ഉറക്കെ ഹല്ലേലൂയ പറ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നെ യോഗ്യനാക്കി തീർത്ത എൻ്റെ കർത്താവിന് എല്ലാ മഹത്വം അർപ്പിക്കുന്നു. എൻ്റെ സാക്ഷ്യം യൂട്യൂബിലൂടെ കേട്ട് എന്നെ വിളിക്കാൻ പ്രേരിപ്പിച്ച പ്രിയ അപ്പച്ചൻ ഇവിടെയുണ്ട്. എത്ര പ്രത്യാശയുള്ളൊരു മനുഷ്യൻ. കടന്നു വന്ന ദൈവദാസന്മാർ, ഈ സഭയുടെ ശുശ്രൂഷകൻ, പ്രിയ സോളമച്ചൻ ആൻഡ് ഫാമിലി, നിങ്ങളോടുള്ള എല്ലാം നന്ദി അറിയിക്കുന്നു. നിങ്ങൾ എൻ്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. അമ്മ, ഭാര്യ, ഒരു മകനുണ്ട്.
പരസ്യയോഗ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. മഴക്കാലമൊക്കെ കഴിയുമ്പോൾ